മാനവ സമൂഹം മുഴുവനും ഒരു പ്രത്യേക ആസുര കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. ലോകം മുഴുവനും പ്രത്യേകമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ ലോകത്തെ മൂടിയ ഒരു കാലഘട്ടമാണിപ്പോൾ. ഇത് സംബന്ധമായ വിഷയങ്ങൾ ഏകദേശം 10-20 വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സംബന്ധമായ അനവധി പ്രഭാഷണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇത് സംബന്ധമായി ഹൈന്ദവ വേദ പുരാണ ഇതിഹാസങ്ങൾ, ക്രൈസ്തവ വേദങ്ങൾ, ജൂഡവേദങ്ങൾ, ഇതൊക്കെ ലോകത്തെ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന വിഷയത്തിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങളായി പഠനം നടത്താനുള്ളൊരവസരവും എനിക്കുണ്ടായി. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഹൈന്ദവ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അനവധി പ്രവചനങ്ങൾ, മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ലോകാവസാന കാലമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ വാക്കുകൾ ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയും. തത്തുല്യമായി അതിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന രൂപത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് ഹൈന്ദവ പുരാണങ്ങളും വേദ ഇതിഹാസങ്ങളും ആണെന്ന ഒരു കാര്യവും സാന്ദർഭികമായി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ പഠനം നടത്തുന്നതിലുള്ള, ഈ പ്രഭാഷണം നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക ഉദ്ദേശ്യം, ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ പല പ്രഭാഷണങ്ങളിലായി ഇത്തരം കാര്യങ്ങൾ മുസ്ലിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. അത് ഹൈന്ദവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉണ്ട് എന്ന തരത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇസ്ലാമിക പഠനത്തിൽ ഹദീസിലും ഖുർആനിലും ഒക്കെയായുള്ള ധാരാളം വിഷയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഹൈന്ദവ വേദ പണ്ഡിതന്മാർ നടത്തിയ പ്രഭാഷണങ്ങളെയും ഈ അടുത്ത കാലത്ത് ഞാൻ സെർച്ച് ചെയ്യുകയുണ്ടായി. എന്നാൽ അതിലൊന്നും ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഇത്ര ഗൗരവത്തിൽ ആ വിഷയത്തെ അധികരിച്ച് ഹൈന്ദവ വേദ പണ്ഡിതന്മാർ നടത്തിയ പ്രഭാഷണങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലോ മറ്റോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് അറിയണമല്ലോ, ഇത് ലോകം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ലോകത്തിന് അറിഞ്ഞിരിക്കേണ്ട ഈ സത്യങ്ങൾ, പ്രത്യേകിച്ച് ഈ തലങ്ങളിലെല്ലാം വേദങ്ങളൊക്കെ തമ്മിലുള്ള ഒരു സമരസ യോജിപ്പ്. ചില വേദവാക്യങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ വാക്യങ്ങൾ പറയുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ ഹദീസ് വാക്യങ്ങളാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ മുസ്ലിമീങ്ങളും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ മതങ്ങളൊക്കെ തമ്മിലുള്ള പല സന്ദേശങ്ങളിലുമുള്ള യോജിപ്പ് വളരെ അടിസ്ഥാനപരമാണ്. ഞാൻ ഈ പറയുന്നത് സർവമത സത്യവാദമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല, ഒരു വേദപണ്ഡിതനും ഇല്ല. മതങ്ങൾക്കൊക്കെ മതങ്ങളുടേതായ സ്പേസ് ഉണ്ട്, വേദങ്ങൾക്ക് വേദങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ട്. എല്ലാ മതവും ഒന്നാണ് എന്ന വാദം എനിക്കില്ല, അഥവാ സർവമത സത്യവാദം എന്ന വാദം എനിക്കില്ല. വേദം പഠിച്ചവർക്ക് അതുണ്ടാവുകയുമില്ല. പക്ഷെ ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ ഒരു പ്രത്യേക ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിനെ മറ്റുള്ളവർ മാനിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ആ വേദങ്ങളിൽ, ആ സ്പേസുകളിൽ പറയുന്ന ചില സത്യങ്ങൾ സ്വന്തം മതത്തോട് യോജിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തെ സത്യത്തോട് യോജിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മുന്നിൽ പറയേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ട്. ഈ നിലയിലെല്ലാമാണ് ഞാൻ സത്യത്തിൽ ഈ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഹൈന്ദവ വേദ ഗ്രന്ഥങ്ങളെയും ഇതിഹാസങ്ങളെയും പാടെ വിമർശിക്കുന്ന വിഡ്ഢികളായ നിരീശ്വരവാദികളുടെ കാലവുമാണിപ്പോൾ. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈന്ദവ വേദങ്ങൾ എന്നോ ക്രൈസ്തവ ഇസ്ലാമിക വേദങ്ങൾ എന്നൊന്നും വ്യത്യാസമില്ല. അവർ എല്ലാം കാടടച്ച് വെടിവെക്കുന്നവരാണ്. എല്ലാ വേദങ്ങളെയും എല്ലാ മതങ്ങളെയും നിഷ്കാസനം ചെയ്യുക എന്നതാണ് നിരീശ്വരവാദികൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വികൃതി. അവരൊരു നന്മയും അംഗീകരിക്കില്ല. അവരാണ് സത്യത്തിൽ പൊതുശത്രു. ഇത് മുസ്ലിങ്ങളും
ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു ഹിന്ദു മുസ്ലിമിൻ്റെയോ ഒരു മുസ്ലിം ഹിന്ദുവിൻ്റെയോ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ക്രിസ്ത്യാനിയുടെയോ ശത്രുവല്ല. മതങ്ങൾ പരസ്പരം മാനിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം പഴയ കാലം മുതലേ വന്നിട്ടുള്ളത്. ഓരോ മതവും അതിൻ്റെ ഫ്രെയിമിൽ നിൽക്കും, എന്നിട്ട് മറ്റൊരു മതത്തെ മാനിക്കും. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ നിരീശ്വരവാദികളുടെ പ്രചണ്ഡമായ പ്രചാരണത്തിന് വഴിപ്പെട്ട് മതങ്ങൾ പരസ്പരം മാനിക്കുന്ന രീതിയും ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുണ്ടാകാൻ പാടില്ല. മതങ്ങൾ മാനിക്കണം, മതവിഭാഗങ്ങൾ പരസ്പരം മാനിക്കണം. ഒരു പൊതുശത്രുമാണ് മാത്രമാണ് മതങ്ങൾക്കുള്ളത്, അത് നിരീശ്വരവാദികളാണ്. അല്ലാതെ ഒരു ശത്രുവില്ല. മുസ്ലിമിന് ഹിന്ദു ശത്രുവല്ല, ക്രിസ്ത്യാനി ശത്രുവല്ല. ആകെ ഒരു ശത്രു ഉള്ളത് നിരീശ്വരവാദി മാത്രമാണ്. അവരുടെ പ്രചണ്ഡമായ കോലാഹലങ്ങൾക്ക് വഴിപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ വിജയവുമാണ്. നിരീശ്വരവാദികൾക്കെതിരെ ചെലവഴിക്കേണ്ട നമ്മുടെ ഊർജം ഇപ്പോൾ നമ്മൾ നമുക്കിടയിൽ തന്നെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സത്യത്തിൽ നിരീശ്വരവാദികളുടെ വിജയമാണ്. മതവിശ്വാസി എന്താണെങ്കിലും ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കും, ഒരു ധർമ്മത്തിലും വിശ്വസിക്കും. മതവിശ്വാസി ഒരു ദൈവത്തിലോ ഒരു ധർമ്മത്തിലോ വിശ്വസിക്കാത്ത ഒരു ജനതയുണ്ടെങ്കിൽ ആ ജനതയാണ് ലോകത്തിൻ്റെ പൊതുശത്രു. അത് നിരീശ്വരവാദിയാണ്. അവരെയാണ് ഇന്ന് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തം ലോകത്തിന് നൽകും. അതൊക്കെയാണ് ഈ പ്രസംഗം ഈ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണവും. ഞാൻ ഹൈന്ദവ വേദങ്ങളെയും പുരാണ ഇതിഹാസങ്ങളെയും ഉപനിഷത്തുകളെയും കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയാം. പലർക്കും അതൊന്നും അറിയില്ല. ഹൈന്ദവ വേദങ്ങൾ എന്നാൽ അടിസ്ഥാനപരമായി 4 ഭാഗങ്ങളായ ഒരു വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് 4 ഭാഗങ്ങളായ ഒരു വേദം. ചതുർവേദം എന്ന് ചിലപ്പോൾ പറയും, പക്ഷെ ചതുർവേദം അല്ല, ഒരു വേദം തന്നെ എന്നാണ് ഭൂരിപക്ഷ ഹൈന്ദവ പണ്ഡിതരുടെയും അഭിപ്രായം. ആ അഭിപ്രായമാണ് ഞാനിവിടെ പ്രാധാന്യമായി എടുത്തിട്ടുള്ളത്. ഈ 4 വേദങ്ങളിലുമായി ഇന്ന് ഭൂമിയിൽ 20,379 മന്ത്രങ്ങളുണ്ട്. അതാണ് നിലവിൽ ഹൈന്ദവതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. 20,379 മന്ത്രങ്ങളാണ് 4 വേദങ്ങളാവുന്ന വേദവുമായി ഒരു വേദത്തിൻ്റെ 4 ഖണ്ഡങ്ങൾ. അതിലായിട്ട് ഇന്ന് ലോകത്ത് ലഭ്യമായത് 20,379 മന്ത്രങ്ങളാണ്. വേദങ്ങളുടെ പ്രത്യേകത എന്നാൽ അതും മനസ്സിലാക്കേണ്ടതുണ്ട്. വേദങ്ങൾ സപ്തർഷിമാർക്ക് ലഭിച്ചിട്ടുള്ള ശ്രുതികളാണ്. നമുക്കറിയാത്ത ഒരു കാലത്ത് സപ്തർഷിമാർ, ഇസ്ലാമിക റൈറ്റ്സിൽ നമ്മൾ സപ്തർഷിമാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ നബിമാരാവാനാണ് കൂടുതൽ സാധ്യത. ശ്രുതി എന്നാൽ കേൾപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക വീക്ഷണത്തിൽ വഹി എന്ന് പറയും. അതുകൊണ്ട് തന്നെ വേദങ്ങൾക്ക് ശ്രുതികൾ എന്നൊരു വാക്കുണ്ട്. അതായത് രചനയല്ല, ശ്രുതിയാണ്. അതായത് കേൾപ്പിക്കപ്പെട്ടതാണ്. ഋഗ്വേദമായാലും യജുർവേദമായാലും സാമവേദമായാലും അഥർവവേദമായാലും അതെല്ലാം ശ്രുതികളാണ്. മറ്റൊന്നും ശ്രുതിയല്ല, രചനകളാണ്. എന്നാൽ വേദങ്ങൾ മൊത്തം ശ്രുതികളാണ്. അതായത് മറ്റുള്ളവർ ഈ സപ്തർഷിമാർക്ക് 7 നബിമാർ എന്ന് നാം മനസ്സിലാക്കുന്ന, മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന ആ സ്ഥാനത്തുള്ള മഹത്തുക്കൾ വലിയ മഹർഷിമാർ. അവർക്ക് ദൈവികമായ ലഭിച്ച സന്ദേശങ്ങളാണ് സത്യത്തിൽ വേദങ്ങൾ. വേദം കഴിഞ്ഞാൽ പിന്നെ ഹൈന്ദവ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ഉപനിഷത്തുക്കളാണ്. ഉപനിഷത്തുക്കൾ എന്നാൽ ആചാരങ്ങൾ, ആരാധനകൾ, മന്ത്രങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ രചിക്കപ്പെട്ടവയാണ് ഉപനിഷത്തുക്കൾ. എങ്ങനെയാണ് ഉപനിഷത്തുക്കളിലെ പ്രധാനപ്പെട്ട ചർച്ച? എങ്ങനെയാണ് ആത്മാവിനെ, ബ്രഹ്മത്തിന് വഴിപ്പെടുത്തുക എന്നതാണ്. ഹൈന്ദവ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഏകദൈവം ബ്രഹ്മാവാണ്. അടിസ്ഥാനപരമായി ഹൈന്ദവത ഏകദൈവത്തിൽ അധിഷ്ഠിതമാണ്. അത് വേറൊരു പഠനമാണ്, ഞാൻ പിന്നീട് പറയാം. വളരെ ഗഹനമായ ചില വിഷയങ്ങൾ ഇത് സംബന്ധമായി ഞാൻ പഠിച്ചിട്ടുണ്ട്, റബ്ബിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട്.
അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഹൈന്ദവതയും. ബ്രഹ്മാവാണ് ആ ഏകദൈവം. എങ്ങനെയാണ് ആത്മാവിനെ ബ്രഹ്മത്തിന് വെളിപ്പെടുത്തുക എന്ന വിഷയത്തിലുള്ള പഠനമാണ് സത്യത്തിൽ ഈ ഉപനിഷത്തുക്കളിൽ കാണുന്നത്. മൂന്നാമതായുള്ളത് ഇതിഹാസങ്ങളാണ്. പ്രധാന ഇതിഹാസങ്ങൾ രണ്ടാണ്: രാമായണവും മഹാഭാരതവും. രാമായണം വാൽമീകിയെ എഴുതിയതാണ്, മഹാഭാരതം വേദവ്യാസനും. കാലഗണനയിലെല്ലാം വലിയ തർക്കങ്ങൾ ഹൈന്ദവ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഉള്ളത് കൊണ്ട് വേദങ്ങൾ ക്രോഡീകരിച്ചതും മഹാഭാരതം എഴുതിയതും ഹൈന്ദവ സമൂഹത്തിൽ തർക്കമില്ലാത്ത ഒരു പഠനമാണ് വേദവ്യാസനം. ഏതാണ് കാലം എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ട് തർക്കമുള്ള കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. അതെൻ്റെ വിഷയമല്ല. അത് ഹൈന്ദവ പണ്ഡിതന്മാർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് അത് സംബന്ധമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിഹാസങ്ങളെപ്പറ്റി പറയാം. ഞാൻ ഇൻട്രോ പറയാണ്, നേരെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഹൈന്ദവ വിശ്വാസപ്രകാരം 4 യുഗങ്ങളാണ്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇന്ന് നാം കലിയുഗത്തിലാണ്. ഹൈന്ദവ വീക്ഷണപ്രകാരം ഇത് കലിയുഗമാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിൻ്റെ യുഗം എന്നാണ്. ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം നടക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാഭാരത യുദ്ധങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. ദ്വാപരയുഗം കഴിയുന്നത് കൃഷ്ണൻ്റെ മരണത്തോടു കൂടിയാണ്. അതോടുകൂടെ കലിയുഗം ആരംഭിച്ചു. ഇന്ന് കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ ഏകദേശമൊക്കെ അവരവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇസ്ലാമിക സംജ്ഞയും ഇവിടെ ഹൈന്ദവ ഇതിഹാസങ്ങളും തമ്മിൽ ഈ ഏരിയയിൽ ഒരു യോജിപ്പ് വരുന്നത്. എന്തുകൊണ്ട്? ഇസ്ലാമിക വിശ്വാസപ്രകാരം ലോകത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ്. അതിൻ്റെ അനുഭവങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നും ഉണ്ട്. മഹാഭാരതം ഹൈന്ദവ വിശ്വാസപ്രകാരം നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. ആ ദ്വാപര യുഗത്തിൽ നടന്ന മഹാഭാരത സംഭവങ്ങളെ പിന്നീട് വ്യാസൻ ക്രോഡീകരിക്കുകയാണ്. കുരുവംശത്തിൽ നടന്ന 2 ഗോത്രത്തിൽ നടന്ന 2 കുലങ്ങൾ, ഒന്ന് കൗരവരും ഒന്ന് പാണ്ഡവരും. അവർ തമ്മിലുള്ള ആത്മീയ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സത്യത്തിൽ ഈ മഹാഭാരത ഇതിഹാസത്തിലുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പഞ്ചപാണ്ഡവന്മാർ, ദുര്യോധനൻ അടക്കമുള്ള 100 മക്കൾ, ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും മക്കളായ 100 മക്കൾ ദുര്യോധനൻ്റെ നേതൃത്വത്തിൽ. പിന്നെ പഞ്ചപാണ്ഡവന്മാർ, അവരുടെ അച്ഛനാണ് പാണ്ഡു, അമ്മ കുന്തിദേവിയും. അവർക്ക് 5 മക്കളുണ്ടായി. ഒന്ന് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, സഹദേവൻ, നകുലൻ, സഹദേവൻ. ഈ 5 മക്കൾ. ഈ 5 മക്കളിൽ 2 മക്കൾ കുന്തിദേവിയുടെ മക്കളല്ല. മാധുരി എന്ന ഒരു രണ്ടാമത്തെ ഒരു ഭാര്യ പാണ്ഡുവിനുണ്ടായിരുന്നു, അവരുടെ മക്കൾ. ഏതായാലും ഇതാണ് പഞ്ചപാണ്ഡവന്മാർ. ഈ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ നടന്നിട്ടുള്ള സംഭവ കഥകളെന്ന് ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നതാണ് സത്യത്തിൽ മഹാഭാരതത്തിൽ ഇതിവൃത്തവും ചർച്ചയും. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ ഇന്നിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് മഹാഭാരതത്തിലെ 3-ാം പർവ്വമാണ്. മഹാഭാരതം 18 പർവ്വങ്ങളാണ്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധികപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനികപർവം, സ്വർഗാരോഹണ പർവം. അങ്ങനെ 18 പർവ്വങ്ങളാണ് മഹാഭാരതം. അതിൽ 3-ാമത്തെ പർവ്വമാണ് വനപർവം അല്ലെങ്കിൽ ആരണ്യപർവം. അതായത് സഭാപർവം കഴിഞ്ഞ് പാണ്ഡവന്മാർ വനവാസത്തിന് പോകുന്ന കാലത്തെ ചർച്ചയാണ് സത്യത്തിൽ ആരണ്യപർവത്തിലുള്ളത്. ഇതിലൊരു സംഭവം നടന്നു. എന്താ സംഭവം? വനവാസ കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യേക പണിയൊന്നുമില്ല. അപ്പോൾ അവർ കാട്ടിൽ തപസ്സിരിക്കുന്ന വലിയ വലിയ മുനിമാരെയും കർമ്മയോഗികളെയും ഒക്കെ കണ്ടെത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ആ കൂട്ടത്തിൽ പാണ്ഡവന്മാരുടെ കൂട്ടത്തിലെ നേതാവായ യുധിഷ്ഠിരൻ, മൂത്ത ആളായ യുധിഷ്ഠിരൻ വലിയ മുനിയായ മാർക്കണ്ഡേയ മുനിയെ കണ്ടെത്തുമ്പോൾ
അദ്ദേഹത്തോട് ചോദിക്കാണ്, ദ്വാപര യുഗം കഴിഞ്ഞാൽ കലിയുഗമല്ലേ, കലിയുഗത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുക? അതായത് ലോകാവസാന കാലത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് പാണ്ഡവന്മാരിലെ മൂത്ത ആളായ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മുനി പറയുന്ന മറുപടിയാണ് വനപർവ്വത്തിലുള്ളത്. ഇനി വനപർവ്വം തന്നെ 315 അധ്യായങ്ങളാണ്. അതിൽ 188ാമത്തെ അധ്യായമാണ് മാർക്കണ്ഡേയ സമസ്യ. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. മഹാഭാരതത്തിലെ 3ാം പർവ്വമായ ആരണ്യപർവ്വത്തിലെ 315 അധ്യായങ്ങളിലെ 188ാമത്തെ അധ്യായമാണ് മാർക്കണ്ഡേയ സമസ്യ. അതിലാണ് ഇന്ന് നമ്മൾ, അതാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചാൽ വളരെ യാഥാർത്ഥ്യം, വളരെ വലിയ ജ്ഞാനങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കണ്ഡേയ മുനി ഹൈന്ദവ വിശ്വാസപ്രകാരം മാർക്കണ്ഡേയ മുനി ഒരുപാട് ആയിരക്കണക്കായ വർഷങ്ങൾ ജീവിച്ച ഒരാളാണ്. അതായത് നമ്മൾ സയ്യിദുന ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു ചിരഞ്ജീവിയാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം മാർക്കണ്ഡേയൻ. അദ്ദേഹത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നതറിയും, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയും. അതാണ് മാർക്കണ്ഡേയൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന് മാർക്കണ്ഡേയ സമസ്യ എന്ന് പേര് വരാനുള്ള കാരണവും. അങ്ങനെ യുധിഷ്ഠിരൻ ചോദിക്കാണ്, എന്താണ് ലോകാവസാന കാലത്ത് എന്താണ് സംഭവിക്കുക ഹേ മുനി മഹർഷേ, അതൊന്ന് വിശദീകരിച്ചു തരൂ. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് കാര്യങ്ങൾ. എന്താ യുധിഷ്ഠിരൻ്റെ ചോദ്യം? യുധിഷ്ഠിരൻ്റെ ചോദ്യം മഹാഭാരതത്തിൽ ആരണ്യപർവ്വത്തിൽ ഇങ്ങനെ കാണാം. അസ്മിൻ കലിയുഗേ ത്വാസി പൂനാ കൗതുകം മമ. ലോകാവസാന കാലമാകുന്ന കലിയുഗം അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതൊന്ന് പറഞ്ഞാലും. സമാ കുലേഷു ധർമ്മേഷു കിന്നുശേഷം ഭവിഷ്യതി. അന്നത്തെ സാമൂഹിക കോലാഹലങ്ങളിൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു മതം ബാക്കി ഉണ്ടാകുമോ? അവരൊക്കെ വലിയ മതവാദികളാണ്, മതനിഷ്ഠരാണ്, വലിയ ധർമ്മനിഷ്ഠരാണ്. പഞ്ചപാണ്ഡവന്മാരിലെ ഏറ്റവും ധർമ്മനിഷ്ഠനാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ധർമ്മപുത്രർ എന്ന്, ധർമ്മരാജൻ എന്നും ധർമ്മപുത്രൻ എന്നും പേരുണ്ട്. അവസാനം മഹാഭാരതം അവസാനിക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ സ്വർഗാരോഹണത്തിന് പോവുക. അതിൽ 4 ആൾ വഴിയിൽ മരിക്കും. സ്വർഗത്തിലെത്തുന്നത് യുധിഷ്ഠിരൻ മാത്രമാണ്. ദ്രൗപദി മരിക്കും, മറ്റ് 4 ആളും മരിക്കും. പിന്നെ ആകെ സ്വർഗത്തിലെത്തുന്നത് ഒരാളാണ്. അതാരാ? യുധിഷ്ഠിരൻ. അപ്പം അദ്ദേഹത്തിന് ലോകാവസാന കാലത്ത് എന്താണ് സംഭവിക്കുക, ഇന്നത്തെ വല്ല മതവും ആ കാലഘട്ടത്തിൽ ബാക്കി ഉണ്ടാവുമോ എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് മാർക്കണ്ഡേയ മുനിയോട്. അതിന് മാർക്കണ്ഡേയ മുനി പറയുന്ന മറുപടികളാണ് ഇനി നമ്മൾ കേൾക്കുക. അതാണ് ഇന്നത്തെ പ്രസംഗം. അദ്ദേഹത്തിന് മറുപടി തുടങ്ങുകയാണ്. ഞാൻ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് എടുക്കുന്നത്. ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതിൽ വളരെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ. എന്തുകൊണ്ട്? ഒരു ഇസ്ലാമിക റൈറ്റ്സുമായും ഹൈന്ദവതയുമായും വളരെ അടുത്ത് നിൽക്കുകയും യോജിക്കുകയും ചെയ്യുന്ന, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ അതിൽ നിന്ന്, കാരണം മാർക്കണ്ഡേയ സമസ്യയിൽ ലോകാവസാന കാലത്തെക്കുറിച്ച് പറഞ്ഞ മുഴുവനും കൂടി ഒരു പ്രസംഗത്തിൽ യോജിപ്പിക്കാൻ കഴിയില്ല. അത്രയും വിഷയങ്ങളുണ്ട്. അതെല്ലാം പഠിക്കേണ്ടതുമാണ്. അതിൽപ്പെട്ട വളരെ കുറഞ്ഞ ശ്ലോകങ്ങൾ ഞാൻ എടുത്തു പറയുക. നമ്മൾക്ക് തന്നെ സത്യമായിട്ടാണ് ബോധ്യപ്പെടും. എന്താണ് ലോകാവസാന കാലത്ത് സംഭവിക്കുക എന്ന ചോദ്യത്തിന് മാർക്കണ്ഡേയൻ പറയുന്ന മറുപടി 12ാം ശ്ലോകമാണ്. ത്രിഭിർ അംശൈർ അധർമ്മസ്തു ലോകാൻ അക്രമ്യ തിഷ്ഠതി. ത്രിഭിർ അംശൈർ, ലോകത്തെ ജനങ്ങളിലെ 4ൽ 3 ഭാഗവും അധർമ്മസ്തു ലോകാൻ അക്രമ്യ തിഷ്ഠതി, നിരീശ്വരവാദികളായിരിക്കും. ലോകം മൊത്തം ജനങ്ങളിൽ 4ൽ 3 ഭാഗം ജനങ്ങളും 4ആയി ലോകത്തെ മൊത്തം ജനങ്ങളെ അംശിക്കുകയാണെങ്കിൽ അതിൽ 4ൽ 3 ഭാഗം ജനങ്ങളും ലോകാവസാനം അടുക്കുമ്പോൾ നിരീശ്വരവാദികളായിരിക്കും. അധർമ്മസ്തു, ധർമ്മം മതം, അധർമ്മം മതത്തിനെതിരെ. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ മതം നിരീശ്വരവാദമാണ്. ലോകത്തിന് 3ാമത്തെ മതം നിരീശ്വരവാദമാണ്. 2050
ലോകത്തെ ഏറ്റവും വലിയ മതം നിരീശ്വരവാദം ആയിരിക്കും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ. നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ വരെ ഒരു കാലത്ത് പറഞ്ഞു കേൾക്കലുണ്ട്. അങ്ങനെ റഷ്യയിൽ നിരീശ്വരവാദി ഉണ്ട്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ പോലും നിരീശ്വരവാദികളാകുന്ന കാലഘട്ടത്തിലെത്തി. അപ്പം അതിന് പറയുന്ന മറുപടിയാണ് എന്ത്? തമസം യുഗമാ സാധ്യ തഥാ ഭാരത സദാമ. ആ കാലഘട്ടത്തിൽ ലോകം ഇരുട്ടിൻ്റെ യുഗത്തിലേക്ക് എത്തിച്ചേരും. അന്ന് ലോകത്ത് മുഴുവൻ ഇരുട്ടായിരിക്കും. എന്തുകൊണ്ട്? ധർമ്മമാണ് വെളിച്ചം. ഒരു മതധർമ്മം ഒരു വെളിച്ച. ആ മതധർമ്മം മാറ്റിവെച്ചാൽ വെളിച്ചുണ്ടാവില്ല. ഉദാഹരണം പറയാ, AD 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 17-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ് ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് മർച്ചന്റ് ഓഫ് വെനീസ്. എന്താ മർച്ചന്റ് ഓഫ് വെനീസിലെ പാഠം? പലിശക്കെതിരാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു മതത്തിൻ്റെ ഭൂമികയിൽ നിന്നാണ് വരുന്നത്, ക്രിസ്തു മതം. നിരീശ്വരവാദിക്ക് ഒരിക്കലും പലിശ തെറ്റാവില്ല, എന്നാൽ മതവിശ്വാസിക്ക് പലിശ തെറ്റാവും. മർച്ചന്റ് ഓഫ് വെനീസ് വായിച്ച ഒരാൾ ഒരിക്കലും പലിശ കൊടുക്കൂല. എന്നാൽ വേദഗ്രന്ഥാണോ? അല്ല. ഒരു മതഗ്രന്ഥാണോ? അല്ല. ഒരു നാടകമാണ്. പക്ഷെ നാടകം എഴുതിയ ആൾക്ക് ഒരു ഭൂമികയുണ്ട്. ഏതാണ് ആ ഭൂമിക? ക്രിസ്തുമതം. ക്രിസ്തുമതം പലിശക്കെതിരാണ്. ഇസ്ലാം മതം പലിശക്കെതിരാണ്. ഹിന്ദുമതം പലിശക്കെതിരാണ്. നിരീശ്വരവാദം പലിശക്കൊരു പ്രശ്നമില്ല. ലോകത്തൊരു ധർമ്മം നിലനിൽക്കുമ്പോൾ ഒരു ധർമ്മം ലോകത്ത് നിലനിൽക്കണം. ആ ധർമ്മം നിലനിൽക്കുമ്പോൾ മാത്രമേ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതാ പറഞ്ഞ, ലോകത്ത് അവസാന കാലമാകുമ്പോഴത്തിന് ലോകത്തിൻ്റെ 3/4 ആളുകളും നിരീശ്വരവാദികളും. അത് അടുത്താവുകയും ചെയ്യും. ഞാൻ ഈ വിഷയത്തിൽ വിഷ്ണു പുരാണം വായിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. വിഷ്ണു പുരാണത്തിൽ പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ, ലോകാവസാനം അടുത്താൽ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ദൈവമേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രക്ഷയുണ്ടാകുമെന്ന് തോന്നിയാലും അങ്ങനെ പറയൂല. എന്തുകൊണ്ട്? അയാൾ പരിസരവാസികൾ അത് പറയുന്നതിനെതിരെയിരിക്കും. ദൈവമേന്ന് പറയാതെയാണ് ഭൂരിപക്ഷം ജനങ്ങളും മരിക്കുക എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട്. എന്തുകൊണ്ട്? അത്ര വലിയ ആധിക്യമായിരിക്കും ലോകാവസാന കാലത്ത് നിരീശ്വരവാദത്തിന് ഉണ്ടാവുക. ആ ഒരു കാലഘട്ടം സത്യത്തിൽ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. വളരെ നമ്മൾ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളണം, ചിന്തിക്കണം. ഇത് പറയാൻ വേറെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട്? ഇന്ന് ലോകത്ത് വേദം പഠിക്കാത്ത, മതഗ്രന്ഥങ്ങൾ വായിക്കാത്ത ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനി സാധാരണഗതിയിൽ വേദവുമായും മതഗ്രന്ഥങ്ങളുമായും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവും. ജൂതനുണ്ടാവും, മുസ്ലിമിനുണ്ടാവും. സ്വന്തം വേദഗ്രന്ഥമായോ മതഗ്രന്ഥങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ പറയാനുള്ള ഒരു പഠനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കുകയാണ്. അതാണ് നിലവിൽ ഹിന്ദുമത സമൂഹത്തിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തവും. എന്തുകൊണ്ട്? ആ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ആ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ധർമ്മം അശേഷം മെല്ലെ മെല്ലെ അവർക്ക് നഷ്ടപ്പെട്ടു. ഇസ്ലാം മതത്തിനെതിരായ എന്തെങ്കിലും ഒരു ടോക്ക് നിരീശ്വരവാദി പക്ഷത്തിൽ നിന്നുണ്ടാവുമ്പോൾ അതിന് ധാരാളം പണ്ഡിതന്മാർ മറുപടി പറയും. ക്രിസ്തു മതത്തിനെതിരായി എന്തെങ്കിലും ഒരു ടോക്ക് നിരീശ്വരവാദികളുടെ പക്ഷത്തു നിന്നുണ്ടായാൽ അതിനെതിരെയും മറുപടി അറിയും. അതേ സമയത്ത് ഹൈന്ദവ വേദഗ്രന്ഥത്തിനെതിരായും ഇതിഹാസങ്ങൾക്കെതിരായും അവിടുത്തെ കഥാപാത്രങ്ങൾക്കെതിരായും നിരീശ്വരവാദികൾ നടത്തിയ പ്രസംഗങ്ങൾ, അനവധി പ്രസംഗങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടും. ഒരു മറുപടി ഹൈന്ദവ പക്ഷത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വേദനാജനകം. അത് മറുപടി പറയേണ്ടത് അവരാണ്. എന്തുകൊണ്ടാണ് അവരതിന് മറുപടി പറയാത്തത്? അവരെ സംബന്ധിച്ചിടത്തോളം വേദവും ഇതിഹാസവും ഒരു വിഷയമല്ലാതെ ആയിപ്പോയതാണ് കാരണം. ഒരൊറ്റ ഉദാഹരണം പറയാം. മഹാഭാരതം അംഗീകരിക്കാത്തൊരു ഹിന്ദു ഉണ്ടാവില്ല. അതിൻ്റെ സീരിയൽ കാണും, അതൊക്കെ അവർക്കിടയിൽ സർവ്വസാധാരണയാണ്. ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ഹൃദയബന്ധമുള്ള ഒരു ഗ്രന്ഥമാണ് സത്യത്തിൽ മഹാഭാരതം. ഈ മഹാഭാരതത്തെക്കുറിച്ച് കേരളത്തിലെ നിരീശ്വരവാദികളുടെ നേതാവായ C. രവിചന്ദ്രൻ
ഈ അടുത്ത കാലഘട്ടത്തിൽ നടത്തിയ ചില പ്രസംഗങ്ങൾ, 10,000-കണക്കായ ആളുകൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിന് ഒരു മറുപടി ഇന്ന് വരെ ഹൈന്ദവ പക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമ പുരുഷനാണ് ശ്രീരാമൻ. ശ്രീരാമൻ അംഗീകരിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയല്ല, ഒരു ചതിയനാണ്. സ്വന്തം ഭാര്യയെ പോലും അവിശ്വസിച്ച ചതിയനാണ് ശ്രീരാമൻ എന്ന പ്രസംഗം നിരീശ്വരവാദികളുടെ നേതാവായ കേരളത്തിലെ പ്രധാനപ്പെട്ട നിരീശ്വരവാദികളുടെ കോളമിസ്റ്റും ഏറ്റവും വലിയ പ്രഭാഷകനുമായ സി രവീന്ദ്രൻ പറഞ്ഞിട്ട് ഒരു വർഷത്തിലേറെയായി. ഇതുവരെ അതിനൊരു മറുപടി അവർ നൽകുന്നില്ല. കൗരവരാണ് ശരി, പാണ്ഡവരല്ല എന്നാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിരീശ്വരവാദികളുടെ വാദം. മേൽ വിഷയത്തിൽ അവരുടെ ടോക്സ് ധാരാളമായി സോഷ്യൽ മീഡിയയിലുണ്ട്. ഹൈന്ദവ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ശരിയാണ് പാണ്ഡവന്മാർ. കൗരവന്മാരോ നേരെ എതിരാണ്. അവർ ശരിയുടെ പക്ഷത്തല്ല. ഇതാണ് ലോകത്തെ കോടിക്കണക്കായ 100 കോടിയോളം വരുന്ന ജനതയാണ് ലോകത്തെ ഹിന്ദുക്കൾ എന്നും എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. 100 കോടിയോളം വരുന്ന ജനതയാണ് ലോകത്തെ ഹിന്ദുക്കൾ. ഒരു നിസ്സാരപ്പെട്ട ജനതയല്ല. ഇന്ന് ഭൂമിയിലെ 783 കോടി ജനങ്ങളിൽ 100 കോടിയോളം ജനങ്ങൾ ഹിന്ദുക്കളാണ്. അവരെ അങ്ങനെ വിസ്മരിച്ചൊഴിവാക്കി പോകാനൊന്നും ലോകത്തിന് കഴിയില്ല. എന്നാൽ ഈ 100 കോടി ജനങ്ങളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരതം പാണ്ഡവന്മാർ സത്യവാന്മാരാണ് എന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. എന്നാൽ നിരീശ്വരവാദികളുടെ മുഴുവനും ടോക്സ് പാണ്ഡവന്മാർ ശരിയല്ല, കൗരവന്മാരാണ് ശരി എന്നാണ്. എന്താ കാരണം? ഇതൊരു ഇസ്ലാമിക ഗ്രന്ഥത്തിനോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ചരിത്ര പുരുഷനോ എതിരാണെങ്കിൽ ധാരാളം മറുപടികൾ ഇതിനകം അതിന് വന്നിട്ടുണ്ടാവും. പക്ഷേ സി രവീന്ദ്രന് ഒരു മറുപടി പോലും ഈ വിഷയത്തിൽ ഇല്ല. എന്തുകൊണ്ട്? ഏത് നിരീശ്വരവാദിക്കും പിന്തുണ കൊടുക്കാവുന്ന ഒരു രീതിയിലേക്ക് ഹൈന്ദവ സമൂഹം മാറിപ്പോയോ എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. ഇത് വലിയ ദുരന്തമാണ്. സത്യത്തിൽ ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. ഇതെല്ലാ മതങ്ങളെയും ബാധിക്കുന്ന ഒരു ദുരന്തമാണ്. എന്തുകൊണ്ട്? ഉദാഹരണം, പുണ്യപ്രവാചകനെതിരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നിരീശ്വരവാദികളുടെ ടോക്സുകൾ വരും. യേശുവിനെതിരെ ഈ അടുത്ത കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വിമർശിക്കപ്പെട്ട ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്, മുഹമ്മദ് നബിയൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. ഈ ആധുനിക കാലത്ത് ലോകത്തെ ഏറ്റവും വിമർശിക്കപ്പെട്ട ആൾ യേശു ക്രിസ്തുവാണ്. വ്യഭിചാരിയാണെന്ന് വരെ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും മഹാൻ, ബൈബിൾ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ദൈവികമായ വേദഗ്രന്ഥമായ ഇഞ്ചീൽ അഥവാ ബൈബിൾ ജഗന്നിയന്താവായ തമ്പുരാനിൽ നേരിട്ട് ലഭിച്ച ആളാണ് സയ്യിദുനാ ഈസ. ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ക്രിസ്തു സയ്യിദുനാ ഈസ അലൈഹിസ്സലാം വ്യഭിചാരിയാണെന്നും മോശപ്പെട്ട ആളാണെന്നുമുള്ള അനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതിനൊക്കെ ക്രിസ്ത്യാനികൾ മറുപടി പറയുന്നുണ്ട്. അതിനും ചില അപര്യാപ്തതകളുണ്ട്, പിന്നീട് പറയാം. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെടുന്ന ഒരു വ്യക്തി, മഹാനായ, ലോകം കണ്ടതിൽ മഹാന്മാരിൽ ഒരു മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന യേശു ക്രിസ്തുവാണ്. ഇങ്ങനെ മുഹമ്മദ് നബിക്കെതിരെയായോ യേശുക്രിസ്തുവിനെതിരെയായോ വല്ല ടോക്സും വരുമ്പോൾ നിരീശ്വരവാദികൾക്ക് കൂടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായവും സത്യത്തിൽ ഹൈന്ദവ പ്രഭാഷകരിൽ നിന്നും പലപ്പോഴും അവരുടെ എഴുത്തുകാരിൽ നിന്നും സോഷ്യൽ മീഡിയ കോളമിസ്റ്റുകളിൽ നിന്നും കാണാറുണ്ട്. അതിനെന്താ കാരണം? അതിന് കാരണം അവർക്ക് അവരുടെ ധർമ്മത്തെക്കുറിച്ച് പോലും വേണ്ടത്രൊരു ജ്ഞാനം ഇല്ല എന്ന്. ഇനി വലിയൊരു ലാഭം കിട്ടാൻ പോകുന്ന നിരീശ്വരവാദികൾക്ക് എന്താ ലാഭം? 100 കോടി വരുന്ന ഹൈന്ദവ സമൂഹത്തെ നിരീശ്വരവാദികളാക്കാൻ കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ പെട്ടെന്ന് ജയിക്കും. ഇതൊക്കെ വളരെ ചിന്തിക്കുക, പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവരെ നിരീശ്വരവാദ പക്ഷെ നിലവിൽ അങ്ങനെയാണ് വരുന്നത്. ഉദാഹരണം, ദുര്യോധനൻ ധർമ്മപുത്രനല്ല ശരി, അല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാരല്ല ശരി, കൗരവന്മാരാണ് എന്ന് പറയാൻ അതിനും അതിൻ്റെതായ ഒരു ഹിസ്റ്റോറിക്കൽ കാരണം. എന്താ കാരണം? കൗരവന്മാരുടെ നേതാവ് ദുര്യോധനൻ നിരീശ്വരവാദിയാണ്.
മഹാഭാരതം ആകെ വായിച്ചാൽ ഒരു പ്രാർത്ഥന, ദുര്യോധനൻ ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു ചിത്രം അതിലില്ല. വേദപണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ വേദവും ധർമ്മവും നിലനിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതോ ആയ ഒരു കാര്യം ദുര്യോധനിൽ നിന്ന് കാണുന്നില്ല. എന്നാൽ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാരുടെ പൊതു സ്വഭാവം അതാണ്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ. നിലവിൽ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് ഒരു മതപക്ഷത്തേക്ക് ചായുന്നതായി നമ്മൾ തോന്നുമ്പോഴും ഒരു വിശ്വാസം അതാവില്ല. അവരവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം മാത്രമായിരിക്കും. മഹാഭാരതം ആകെ വായിച്ചാൽ ദുര്യോധനൻ ഒരു പ്രാർത്ഥന നടത്തുന്നതോ ഒരു ആരാധന നടത്തുന്നതോ ആയ ഒരു സാമ്പിൾ അതിൽ കാണാൻ കഴിയില്ല. നിരീശ്വരവാദിയാണ് ദുര്യോധനൻ. അതുകൊണ്ട് നിലവിൽ നിരീശ്വരവാദികൾ കൗരവപക്ഷത്താണ്. ചരിത്രം തിരിച്ചു വരിക, ഇനി മാറും. എനിക്ക് തോന്നുന്ന ഈ നിലക്ക് പോയാൽ നമ്മൾ ഹൈന്ദവ വേദധർമ്മങ്ങളൊക്കെ പറ്റി നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കും. ആ വേദങ്ങൾ പഠിപ്പിക്കുന്നതും പാണ്ഡവന്മാർ ശരിയും കൗരവന്മാർ തെറ്റുമായിട്ടാണ്. എന്നാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അവസ്ഥ വീണ്ടും മാറും. എന്തുകൊണ്ട്? വിദ്യാഭ്യാസം ഏകദേശം നിരീശ്വരവാദികൾ കൈയടക്കും. ഈ അടുത്ത കാലഘട്ടത്തിൽ മതമില്ലാത്ത ജീവനെക്കുറിച്ചൊക്കെ ചർച്ച നമ്മുടെ നാട്ടിൽ വന്നത് നിങ്ങൾക്കറിയാം. അങ്ങനെ വന്നാൽ എന്താവും? കൗരവന്മാരായിരിക്കും ശരി. എന്താ കൗരവന്മാരുടെ നേതാവ് ദുര്യോധനനാ. ദുര്യോധനൻ നിരീശ്വരവാദിയാണ്. ദുര്യോധനൻ നിരീശ്വരവാദിയാണെന്ന് പറയാൻ അതൊരു ഹൈന്ദവ ധർമ്മത്തിലെ അല്ലെങ്കിൽ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രം നിരീശ്വരവാദി എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുന്നവരും ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ദുര്യോധനനെ കുറിച്ച് ഈ വിഷയം മനസ്സിലാക്കിയപ്പോൾ ദുര്യോധനനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. ഇയാൾ ആരാ? അനവധി വേദപണ്ഡിതന്മാർ ദുര്യോധനൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ പ്രശസ്ത വേദപണ്ഡിതനായ അരവിന്ദ് ശർമ്മയുടെ 1940 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2007 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ദ എസ്സേസ് ഓൺ ദ മഹാഭാരത എന്ന പുസ്തകം. മഹാഭാരതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറച്ച് എസ്സേകളാണ്. ദ എസ്സേസ് ഓൺ ദ മഹാഭാരത എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഇന്നത്തെ ഭാരതത്തിലെ പ്രഗത്ഭ വേദപണ്ഡിതനായ അരവിന്ദ് ശർമ്മയാണ് ഈ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദുര്യോധനൻ നിരീശ്വരവാദിയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു ദൈവത്തിനും വിശ്വാസമില്ല. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവനിഷേധികളും ദൈവപക്ഷത്തുള്ളവരും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് മഹാഭാരതത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ നിരീശ്വരവാദികൾ കൗരവപക്ഷത്ത് നിൽക്കുമെന്ന കാര്യവും ഉറപ്പന്നെ. കാരണം അവരുടെ വിഭാഗം കൗരവരാണ്. ഇതൊന്നും ആധുനിക ജനത മനസ്സിലാക്കാതെ പോവാൻ കഴിഞ്ഞില്ല. ദുര്യോധനൻ ആരാണ്, എന്താണ് ആ കഥാപാത്രത്തിന്റെ സ്വഭാവം എന്നതിന് വീണ്ടും ചില ഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കാം. ഭാരതീയ വേദപണ്ഡിതനായ ചതുർവേദി ബദരീനാഥ്, അദ്ദേഹം IAS ഓഫീസർ, പ്രഗത്ഭനായ ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു IAS ഓഫീസറായിരുന്നു അദ്ദേഹം. 1933 ജനിച്ച് 2010 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദി മഹാഭാരത ആൻ എൻക്വയറി ഇൻ ഹ്യൂമൻ കണ്ടീഷൻ എന്നൊരു പുസ്തകമുണ്ട്. മഹാഭാരതത്തിലെ വ്യക്തികളുടെ മാനുഷിക അവസ്ഥകളെ കുറിച്ചുള്ള ഒരു പഠനം. ദ മഹാഭാരത എൻക്വയറി ഇൻ ഹ്യൂമൻ കണ്ടീഷൻ. അതിൽ ഒരുപാട് വ്യക്തികളെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ആ വ്യക്തികളുടെയൊക്കെ അവസ്ഥകൾ, അവർ മതവിശ്വാസികളോ ദൈവവിശ്വാസികളോ അല്ലാത്തവരോ എന്ന കാര്യത്തിൽ ഭാരതീയ വേദപണ്ഡിതനായ ചതുർവേദി ബദരീനാഥ് എഴുതി 2006 പ്രസിദ്ധീകരിച്ച പുസ്തകം. അദ്ദേഹം വലിയ IAS ഓഫീസറാണ്. ഇതിന് ഈ പുസ്തകത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പുസ്തകത്തിന് 2009 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട പുസ്തകത്തിന് അവാർഡ് ലഭിച്ചു. എന്നല്ല, മഹാഭാരതത്തെ കുറിച്ച് 21ാം നൂറ്റാണ്ടിൽ എഴുതിയ ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്നാണ് ഇതേക്കുറിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജൂറി അഭിപ്രായപ്പെട്ടത്. എന്താ പുസ്തകത്തിൻ്റെ പേര്? ദ മഹാഭാരത ആൻ എൻക്വയറി ഇൻ ഹ്യൂമൻ കണ്ടീഷൻ എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട് ദുര്യോധനൻ പഞ്ചപാണ്ഡവന്മാർക്കെതിരായതിനോ അല്ലെങ്കിൽ കൃഷ്ണനെതിരായതിനോ അത്ഭുതമില്ല, അയാൾ നിരീശ്വരവാദിയാണ്. നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസവും ചരിത്രമൊക്കെ കൗരവർക്ക് അനുകൂലമായി ടേൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുക
പാണ്ഡവന്മാരല്ല ശരി, കൗരവന്മാരായിരിക്കും എന്ന്. അതായത് ചരിത്രത്തിന് ഇപ്പോൾ നൽകുന്ന ഈ വക്രീകരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരെയും ബാധിക്കും. അതിനെന്താ കാരണം? ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗങ്ങളിൽപ്പെട്ട ഒരു മതവിഭാഗമാണ് ഹിന്ദുക്കൾ. അവരുടെ വേദങ്ങളെക്കുറിച്ച് ഉറങ്ങാണ്. കഴിഞ്ഞില്ല. പ്രഗത്ഭ ഭാരതീയ വേദപണ്ഡിതനാണ് സ്വാമി ജ്യോതിർമയാനന്ദ്. ബീഹാറുകാരനായ അദ്ദേഹം 1993 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ന്യൂഡൽഹിയിലെ യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആ ഫൗണ്ടേഷൻ തന്നെയാണ് ന്യൂഡൽഹിയിലെ യോഗ റിസർച്ച് ഫൗണ്ടേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ദ മിസ്റ്റിസിസം ഓഫ് ദ മഹാഭാരത എന്നാണ്. മഹാഭാരതത്തിന്റെ ആത്മീയ ഉള്ളറകൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ദ മിസ്റ്റിസിസം ഓഫ് ദ മഹാഭാരത. ഈ പുസ്തകത്തിലും സ്വാമി ജ്യോതിർമയാനന്ദ പറയുന്നുണ്ട്, ദുര്യോധനൻ ഒരു മതവിശ്വാസിയല്ല, അദ്ദേഹം ദൈവവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്. കഴിഞ്ഞില്ല. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച വേറെ പുസ്തകമുണ്ട്, KS രാമചന്ദ്രന്റെ. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ 1976 ഡൽഹി യൂണിവേഴ്സിറ്റി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1927 അദ്ദേഹം ജനിക്കുന്നത്. 1976 ഡൽഹി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മഹാഭാരതം മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന പുസ്തകമുണ്ട്. മഹാഭാരതം ഗ്രന്ഥം ഐതിഹ്യവും യാഥാർത്ഥ്യവും എന്ന ഗ്രന്ഥം. മഹാഭാരത മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന പുസ്തകം. ആ പുസ്തകത്തിലും പറയുന്നുണ്ട്, ദുര്യോധനൻ ഒരു ദൈവവിശ്വാസിയുമല്ല, മതവിശ്വാസിയുമല്ല, അയാൾ സാക്ഷാൽ നിരീശ്വരവാദിയായിരുന്നു. പ്രഗത്ഭ ഇന്ത്യൻ ചരിത്രകാരനും ഹൈന്ദവ വേദ പണ്ഡിതനുമായ ദേവദത്ത് പട്നായിക്ക് 2009 ഏപ്രിൽ 4 തൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. ദ എത്തിസ്റ്റ് ടേൺസ് ടു മിത്തോളജി എന്നാണ് ആ ലേഖനത്തിൻ്റെ ഹെഡിങ്. ദ എത്തിസ്റ്റ് ടേൺസ് ടു മിത്തോളജി, പുരാണങ്ങളിലേക്ക് തിരിയുന്ന നിരീശ്വരവാദി എന്ന ലേഖനം. ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിരീശ്വരവാദികൾ ഇപ്പോൾ പുരാണങ്ങളെ പിടിക്കുകയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ദുര്യോധനനാണ്. എന്തുകൊണ്ട്? അയാൾ നിരീശ്വരവാദിയാണ്. തത്തുല്യമായ ഒരുപാട് പുസ്തകങ്ങളും ടോക്സുകളും എല്ലാം ഇന്ന് കേരളത്തിൽ കിട്ടും. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഒരു ഏരിയയാണ്, യുദ്ധകാന്ഡമാണ്. മഹാഭാരതത്തിലെ യുദ്ധകാന്ഡമാണ് ഗീത. ഗീത വിഷമാണ് എന്ന പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കിട്ടും. നിരീശ്വരവാദികൾ നടത്തിയ ഇന്ന് വരെ ഹൈന്ദവ സമൂഹം ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ വേദനാജനകമായ സംഗതിയാണ്. അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ 50% ഹിന്ദു സമൂഹത്തിന് മതത്തിലും ദൈവത്തിലും ആരാധനകളിലും വിശ്വാസമില്ല എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. 50% ഹിന്ദുക്കൾക്ക് മതത്തിലോ ദൈവത്തിലോ പുരാണ ഇതിഹാസം ഒരു വിശ്വാസമില്ല. ഇത് വലിയ ദുരന്തം ഉണ്ടാക്കും. ഭാരതത്തിന് ദുരന്തം ഉണ്ടാക്കും. വലിയ പ്രശ്നം വേറെയുണ്ട്. എന്താ? ഹിന്ദു മതമല്ല, സംസ്കാരമാണ് എന്ന് വരുത്തി തീർക്കുന്ന വലിയ ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മതമല്ല, അത് വൻ ദുരന്ത. എങ്ങനെ മതമല്ലാതാവുക? ഹിന്ദു മതല്ലേ? അതിന് വേദല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, വേദങ്ങളില്ലേ? ആയിരക്കണക്കായ കൊല്ലത്തിൽ ലോകത്ത് ധർമ്മം പഠിപ്പിച്ച ഒരു മതസമൂഹം മതമല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു വിശ്വാസമില്ല, താല്പര്യമില്ല. ഇതിന് മറുപടി പറയണ്ട. പിന്നെ നിലവിലുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതമാകുന്നതിനേക്കാൾ സംസ്കാരമാകലാണ് താല്പര്യം. എന്തുകൊണ്ട്? ഹിന്ദുമതം ഒരു സംസ്കാരമായാൽ ധർമ്മം പാലിക്കേണ്ടതില്ല, മതമാണെങ്കിൽ ധർമ്മം പാലിക്കേണ്ടി വരും. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇത് നമ്മളെ ബാധിക്കും? കാരണം ആഗോളതലത്തിൽ 100 കോടിയിലേറെ വരുന്ന ജനങ്ങളാണ് ലോകത്ത്. ഇസ്ലാമിനൊപ്പം നിൽക്കുന്നൊരു ജനതയാണത് ആഗോളതലത്തിൽ. ഒന്ന്, നമ്മുടെ പരിസരത്ത് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന് നടുവിലാണ്. 80% ഹിന്ദുക്കളുടെ രാജ്യമാണ് ഭാരതം. ഇവർ നിരീശ്വരവാദികളായാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ പഴയ കാലത്ത് സാമൂതിരി ഭരിച്ചിരുന്ന കാലത്ത് പള്ളി പോകാത്ത മുസ്ലിമീങ്ങൾക്ക് പിഴയിടും എന്ന് ചരിത്രമുണ്ട്. പള്ളി പോകാത്ത മുസ്ലിം എന്തുകൊണ്ട്? പള്ളി പോയ മുസ്ലിമിന് ധർമ്മം ഉണ്ടാവും, പള്ളി പോകാത്ത മുസ്ലിമിന് ധർമ്മം ഉണ്ടാവില്ല. ധർമ്മം ഇല്ലാത്ത ഒരാൾ രാജ്യത്തുണ്ടായാൽ അത് രാജാവിനെ ദോഷകരമായി ബാധിക്കും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഏറ്റവും നല്ലത് ഒരു മുസ്ലിമിനെ പള്ളി പറഞ്ഞേക്കലാണ്. ആര് ചെയ്തു?
സാമൂതിരി ചെയ്തു, അദ്ദേഹം ഹിന്ദുവായ രാജാവാ. എന്തുകൊണ്ട്? ഒരു വേദത്തിനും മതത്തിനും ആരാധനയിലും പള്ളിയിലും അമ്പലത്തിലും വിശ്വസിക്കുന്ന ആൾക്ക് അങ്ങനെ കുഴപ്പം ചെയ്യാൻ കഴിയില്ല. അവർക്ക് ധർമ്മബോധം ഉണ്ടാവും. അപ്പൊ ഇവിടെ നിലവിലുള്ള സാഹചര്യം, ഇനിയിപ്പോ ഇത്തരം ഈ സി രവീന്ദ്രന്റെ പുസ്തകം ഒന്നും മറുപടിയില്ല. ഗീത വിഷമാണ്, കുട്ടികളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഗീത വിഷമാണ് എന്ന ടോക്സ് സോഷ്യൽ മീഡിയയിലുണ്ട്. ആയിരക്കണക്കായ ആളുകൾ ഇന്നും കേരളത്തിൽ ആ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവര് ഗീത വിഷമാണ് എങ്കിൽ പിന്നെ ഖുർആൻ വിഷം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവരുടെ വേദഗ്രന്ഥമായ ഗീതയെ പോലും അവരങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ മറ്റൊരു വേദഗ്രന്ഥത്തെ അവരെങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ വീക്ഷണം എന്താ? ഗീത വിഷമല്ല, ഒരു നന്മയാണ്. അത് ആ മതത്തിൻ്റെതാണ്. ആ മതത്തിന് ധർമ്മം പഠിപ്പിക്കുകയും നിലനിർത്തുകയും ധർമ്മനിഷ്ഠരായ ഒരു ജനതയെ നിലനിർത്തുകയും ചെയ്തതിന് ആ വേദങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും വലിയ പങ്കുണ്ട്. ബൈബിൾ പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനി ധർമ്മനിഷ്ഠനായിരിക്കും. അയാൾ ഒരാളെ ദ്രോഹിക്കില്ല. എന്തുകൊണ്ട്? അതൊരു ധർമ്മ പുസ്തകമാണ്. ഈ ധർമ്മം മാറ്റി വെച്ചാൽ പിന്നെന്താ? ഒരു വക ഉണ്ടാവില്ല ലോകത്ത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. മാർക്കണ്ഡേയ സമസ്യയിലെ ആദ്യത്തെ മറുപടി തന്നെ ലോകാവസാനം അടുക്കുമ്പോൾ ലോകത്തെ 3/4 ജനങ്ങളും നിരീശ്വരവാദികൾ ആയിരിക്കും. നിലവിൽ ലോകത്തെ 1/3 നിരീശ്വരവാദിയാണ്. 2050 ആകുമ്പോൾ ലോകത്തെ ഭൂരിഭാഗം ജനങ്ങളും നിരീശ്വരവാദിയാണ് എന്നാണ് പുതിയ കണ്ടെത്തൽ, പുതിയ പഠനം. ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 17ാമത്തെ ശ്ലോകം വായിക്കാം. വിദ്യാഹീനാൻ അവിജ്ഞാനാൽ ലോഭോപ്യ അഭിഭവിഷ്യതി ലോഭക്രോധപരാ മുഠാഹ കാമാസക്താശ്ച മനവാഹ. യഥാർത്ഥ വിദ്യ ലഭിക്കാത്ത വിഡ്ഢികളായ മനുഷ്യരുടെ അജ്ഞത കാരണം ലോകത്താകെ അഹങ്കാരവും അത്യാർത്തിയും വ്യാപിക്കും. ലോകാവസാനം വരുമ്പോൾ യഥാർത്ഥ വിദ്യ ലോകത്തിന് ലഭിക്കൂല. വിദ്യ ഉണ്ട്. ഏതാ വിദ്യ? ഹൈന്ദവ സമൂഹം വിദ്യ പഠിക്കണില്ലേ? ഉണ്ട്. മുസ്ലിങ്ങൾ വിദ്യ പഠിക്കണില്ലേ? ഉണ്ട്. കൂടുതൽ പഠിക്കണ വിദ്യ ഏതാ? യൂറോപ്യൻ വിദ്യ. അത് വിദ്യയല്ല, അത് അജ്ഞാനാണ്, ജ്ഞാനല്ല. ഏതാ ജ്ഞാനം? ആത്മാവിനെ തേജസ്സുറ്റതാക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിജ്ഞാനം. അതാണ് ജ്ഞാനം. അതാണ് ബ്രാഹ്മണൻ. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. ആരാ? പരബ്രഹ്മം, ഏകദൈവം. യൂറോപ്യൻ സിവിലൈസേഷനിലോ അങ്ങനെ ഒരു ബ്രഹ്മാവും ഇല്ല, ഒരു അള്ളാഹു ഇല്ല, ഒരു കർത്താവില്ല, ഒരു പടച്ചോനില്ല. പഠിക്കണില്ലേ? പേരിക്കണ കുട്ടികൾ എന്താ കൂടുതൽ പഠിച്ച്? യൂറോപ്യൻ പഠനം. മുസ്ലിങ്ങളാവുമ്പോൾ കുറച്ച് മതം പഠിക്കും, ക്രിസ്ത്യാനികളും കുറച്ച് മതം പഠിക്കും. എന്നാലും കൂടുതൽ യൂറോപ്യൻ വിദ്യാഭ്യാസം പഠിക്കും. യൂറോപ്പിലോ വിദ്യയില്ല, അജ്ഞാനത്തെ ജ്ഞാനമായി മനസ്സിലാക്കിയതാണ്. 80% വരുന്ന ഒരു ജനത മതം പഠിക്കുന്നില്ല. പിന്നെന്താ പഠിക്കുന്നത്? നശീകരണ വിദ്യാഭ്യാസം, യൂറോപ്യൻ വിദ്യാഭ്യാസം. അതെന്താ നശീകരണം? ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയും. ഈ ദുരന്തം ഇന്ത്യയെ മൊത്തം ബാധിക്കും. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമൊന്നുമല്ല, ഇനി വരുന്ന ഭാവികൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഹിന്ദുക്കൾക്കുണ്ടാക്കും. എന്തുകൊണ്ട്? മതമല്ലാതെയോ, മതത്തെ തിരസ്കരിക്കും, ധർമ്മമില്ലാതെയോ. ഇതൊക്കെ വൻ ദുരന്തം വരുത്താൻ പോവാണ്. അജ്ഞാനികളായ മൂഢരായ, എവിടെയാ മൂഢർ എന്ന് പറയാൻ കാരണം? ആത്മാവിന് ജ്ഞാനം ലഭിക്കണം, അതാണ് സത്യത്തിൽ യഥാർത്ഥ ജ്ഞാനം. അല്ലാത്തവനൊക്കെയോ മൂഢൻ. അപ്പോൾ സയന്റിസ്റ്റ് മൂഢനായിരിക്കും. ആള് സയന്റിസ്റ്റാണ്, സയന്റിസ്റ്റ് ആയിരിക്കും, അതേ സമയത്ത് മൂഢനായിരിക്കും. എന്തുകൊണ്ട്? ആത്മാവിന് ഹോപ്പൻഹൈമറിനാണ് ബോംബ് നിർമ്മിക്കുന്നതിനുള്ള വിജ്ഞാനം ആൽബർട്ട് ഐൻസ്റ്റീനിൽ നിന്ന് പകർന്നു കിട്ടിയത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഹോപ്പൻഹൈമറിന് പകരം ഒരു മതവിശ്വാസിക്കാണ് ഈ ബോംബ് നിർമ്മിക്കുന്ന വിജ്ഞാനം പകർന്നു കിട്ടിയതെങ്കിൽ, ഒരു മതധർമ്മവാദിയായ യഥാർത്ഥ മതം അറിയുന്ന ഒരാൾക്കാണ് ആൽബർട്ട് ഐൻസ്റ്റീനിൽ നിന്ന് ബോംബ് നിർമ്മാണത്തിന്റെ വിജ്ഞാനം പകർന്നു കിട്ടിയതെങ്കിൽ ഹിരോഷിമയും നാഗാസാക്കിയും ഉണ്ടാവൂല. എന്തുകൊണ്ട്? മതവിശ്വാസിക്ക് ധർമ്മം ഉണ്ടാവും, മനുഷ്യന്മാരെ കൊല്ലാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ISIS പോലത്തെ ആളുകളൊക്കെ കൊല്ലുന്നുണ്ടല്ലോ. ഉണ്ട്, അവർക്ക് മതവിശ്വാസമല്ല, അത് രാഷ്ട്രീയമാണ്. അത് ഇസ്ലാമിൽ നിന്ന് യൂറോപ്പിലേക്ക് ചേർന്ന ഒരു വിഭാഗമാണ്, അതാണ് വഹാബിസം.
അത് വേറൊരു വിഷയമാണ്. എവിടുന്ന് അത് വന്നെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒക്കെ പിതാക്കൾ അവർക്ക് മതവിശ്വാസേ ഇല്ല. ധർമ്മവിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഒരാളെ ദ്രോഹിക്കൂല. യഥാർത്ഥ വിദ്യ ലഭിക്കാത്ത വിഡ്ഢികളായ മനുഷ്യരുടെ അജ്ഞത കാരണം അത്യാഗ്രഹം വ്യാപിക്കും. പണ്ഡിതനും പണ്ഡിത വേഷധാരിയും. പണ്ഡിതന് ഭൗതിക പരിത്യാഗിയായിരിക്കും. എന്തുകൊണ്ട്? ദുന്യാവിൻ്റെ വിലയൊക്കെ അറിയും. അതുകൊണ്ട് അത് വലിച്ചുകൂട്ടാൻ അയാൾ നോക്കൂല. പണ്ഡിത വേഷധാരിയോ വലിച്ചു കൂട്ടാനെ നോക്കുക. കാരണം അയാൾക്ക് വിദ്യ കിട്ടിയിട്ടില്ല, യഥാർത്ഥ വിജ്ഞാനം കിട്ടിയിട്ടില്ല. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ മറ്റത് വേണം. എന്ത് മതം? എന്താ മതം? ഭൗതിക പരിത്യാഗം. ലോഭ ക്രോധ പരാമൂഢാഹ കാമസക്താശ്ച മാനവാഹ. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, അത്യാഗ്രഹികളായ ജനങ്ങൾ കാമത്തിൽ ബന്ധിതരായിരിക്കും. കാമം മാത്രമായിരിക്കും അവരുടെ ചിന്ത. പണം ഉണ്ടാക്കുക, ലൈംഗിക വൃത്തി. വഖിബിലത്തുഹും നിസാഉഹും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ യോജിപ്പ് നോക്ക്. ആ കാലഘട്ടത്തിൽ ഒരാളുടെ മഹത്വം അയാളെ കയ്യിലുള്ള വസ്തുക്കളുടെ അളവനുസരിച്ചിരിക്കും. അയാളെ മുറ്റത്ത് 4 കാറുണ്ട്, അയാളെ വീടിന് വലിയ വലിപ്പുണ്ട്. ഒരാളുടെ മഹത്വം അന്ത്യകാലം എടുക്കുമ്പോൾ ഒരാളുടെ മഹത്വം അയാളെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും. അവരെ ഖിബില പെണ്ണുമായിരിക്കും. ലോകാവസാനം വരുമ്പോൾ മഹ്ദിമാമ വരുന്നതിന് തൊട്ട് മുമ്പ്, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഭാഗം കൽക്കിയ. ആരാ കൽക്കി? ഇമാം മഹ്ദി. യോജിക്കുക. മഹാഭാരതം ഈ കാണ്ഡം അവസാനിക്കുന്നത് കൽക്കിയിലാണ്. ഇതേ കൽക്കിയെ കൊണ്ടുവരിക ആര്? വിഷ്ണുദാസനാ. ആരാ വിഷ്ണുദാസൻ? വിഷ്ണു ഏകദൈവ. ദാസൻ ആരാ? മഹദിയുടെ പിതാവ്. മഹദിയുടെ പിതാവ് വിഷ്ണുദാസനാ. വിഷ്ണുദാസൻ അബ്ദുള്ളയാണ്. വേറൊരു പഠനമാണ്, പിന്നീട് പറയാം. ആ മഹദി വരാൻ അടുത്തു പോയാലുള്ള കാലഘട്ടത്തിന്റെ രീതിയാ പറഞ്ഞത്. എന്ത് പുണ്യ റസൂൽ പറയാ? ഖിബിലത്തുഹും നിസാഉഹും. അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ പെണ്ണായിരിക്കും. അതെന്നെ ഇവിടെ പറഞ്ഞത്. എന്ത്? ലോഭക്രോധ പരാമൂഢാഹ കമാസക്താശ്ച മാനവാഹ. ആ കാലഘട്ടത്തിലെ മനുഷ്യർ അത്യാഗ്രഹികളുമായിരിക്കും, സ്വന്തം കാമത്തിൽ ബന്ധിതരായിരിക്കും. പെണ്ണ്, പണം, ഇതല്ലാത്തൊരു ചിന്ത അക്കാലത്തെ മനുഷ്യർക്ക് ഉണ്ടാവില്ല. കഴിഞ്ഞില്ല. 18-ാം ശ്ലോകം. വൈരബദ്ധ ഭവിഷ്യന്തി പരസ്പര വദേപ്സവ ബ്രാഹ്മണാഹ ക്ഷത്രിയാ വൈശാഹ സംഗീരന്തഃ പരസ്പരം. അവർ പരസ്പരം ശത്രുതയിൽ ബന്ധിക്കപ്പെടും. അത് കാരണമായി അവർ പരസ്പരം വധിക്കും. വൈരബദ്ധ ഭവിഷ്യന്തി പരസ്പര വദേപ്സവ. അക്കാലത്തെ മനുഷ്യർ പരസ്പരം കൊല്ലുന്ന താല്പര്യം മാത്രമായിരിക്കും. അവസാന കാലഘട്ടത്തിലെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞു, കൊല അധികരിക്കുക. എന്തിനാണ് ഞാൻ കൊല്ലുന്നതെന്ന് കൊല്ലുന്നവൻ അറിയൂല. കൊലയായിരിക്കും എവിടെയും. അക്കാലത്ത് മനുഷ്യർ മുഴുവനും ആയുധമേന്തി നടക്കും. മനുഷ്യനെ കൊല്ലണം. ഇന്ന് ചർച്ച തന്നെ അതല്ലേ? കൊല്ലന്നല്ലാത്ത എന്ത് ചർച്ച? മതം പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മറ്റൊരാളെ കൊല്ലാൻ കഴിയുന്നു. മതത്തിൽ പോലും അതപ്പോൾ ചർച്ച. അതാണ് അവസാന കാലഘട്ടം. ഇനിയിപ്പോൾ എന്ത് കാത്തായിരിക്കുന്നത്? ബ്രാഹ്മണാഹ ക്ഷത്രിയാ വൈശ്യാഹ സംഗീരന്തഃ പരസ്പരം. 3 വിഭാഗങ്ങളും ഭിന്നിക്കും. പണ്ഡിതന്മാരും ഭരണാധികാരികളും കച്ചവടക്കാരും. ബ്രാഹ്മണൻ പണ്ഡിതൻ, ക്ഷത്രിയൻ ഭരണാധികാരി, വൈശ്യൻ കച്ചവടക്കാരൻ. ഇവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമായിരിക്കും. ഈ 3 വിഭാഗവും യോജിച്ച് നിന്നാൽ മാത്രമേ ഒരു സൊസൈറ്റി ഏകമാനകത്തിൽ പോകുള്ളൂ, ഒരേ അവസ്ഥയിൽ പോകുള്ളൂ. പണ്ഡിതൻ ഒരവസ്ഥയിൽ പോകും, ഭരണാധികാരി വേറെ അവസ്ഥയിലായിരിക്കും. ഇതാണ് 3 വിഭാഗം പ്രധാനമായും. ആ വിഭാഗങ്ങളെല്ലാം പരസ്പരം ശത്രുക്കളായി മാറും. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ ഇന്ന് ആലോചിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ്. ശുദ്രതുലാ ഭവിഷ്യന്തി തപഃ. 19-ാം ശ്ലോകം. സത്യവിവർജിതാഹ. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും തപസ്സും ധർമ്മവും മതവും എല്ലാം ഉപേക്ഷിക്കും. കൃത്യമാണ് ഞാൻ പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം മതഗ്രന്ഥം ഒന്ന് എടുത്തു നോക്കണം. ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരുമെല്ലാം ലോകാവസാനമാകുമ്പോൾ സ്വന്തം ധർമ്മം ഉപേക്ഷിക്കും, ആരാധന ഉപേക്ഷിക്കും, നേർച്ചകൾ ഉപേക്ഷിക്കും, തപസ് ഉപേക്ഷിക്കും. അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഒക്കെ സത്യം തന്നെയാണ്. ബ്രാഹ്മണരെ പറ്റി പറയുകയേ വേണ്ട. ബ്രാഹ്മണർ എന്നൊരു വിഭാഗമുണ്ട്. പക്ഷേ ആ ബ്രാഹ്മണരെ ഇന്ന് നമ്മൾ ബ്രാഹ്മണരായി കാണുന്നില്ല. ആ ബ്രാഹ്മണർക്ക് ഇന്ന് താല്പര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടലാണ്. ഏകദേശം ബ്രാഹ്മണ കുടുംബങ്ങളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ട് അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞു. അങ്ങനെയാണ്. അവരെ മുൻഗാമികളാരാ? വലിയ വലിയ പണ്ഡിതന്മാർ. ഒരു കാലത്ത്
മതധർമ്മങ്ങൾ അറിയാത്ത ജനവിഭാഗമാണ് ശൂദ്രർ. അവർക്ക് തുല്യരാവും ആര്? ബ്രാഹ്മണരും ക്ഷത്രിയരുമെല്ലാം. ശൂദ്രരോ ഞാൻ പിന്നീട് പറയാം. ബ്രാഹ്മണർ ആ പണിയൊക്കെ ഒഴിവാക്കും. അവർ വേദം പഠിക്കുന്നത് ഒഴിവാക്കും. അതെല്ലാം അവർ വർജിക്കും. അന്യോന്യം പരിമുഷ്ണന്തോ ഹിംസയന്തശ്ച മാനവാഹ അജപാ നാസ്തികാഹ സ്തേനാ ഭവിഷ്യന്തി യുഗച്ഛതേ. വളരെ ചിന്തിക്കേണ്ട ഒരു ശ്ലോകമാണിത്. എന്താ പറയുന്നത്? അന്യോന്യം പരിമുഷ്ണന്തോ, ഓരോരുത്തരും പരസ്പരം ഒരു വേഷമോ ഇല്ലാതെ വേദനിപ്പിക്കും. ഒരാളെ വേദനിപ്പിക്കുന്നതിന് ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ധർമ്മബോധം ഉണ്ടാവില്ല. ഒരാൾ വേദനിച്ചാൽ വേറൊരാൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. മനുഷ്യർ പരസ്പരം വേദനിപ്പിക്കും എല്ലാവരും. അജപാ നാസ്തികാഹ സ്തേനാ ഭവിഷ്യന്തി യുഗച്ഛയേ. അജപാ നാസ്തികാഹ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നാസ്തികാഹ, നിരീശ്വരവാദിയാവും. ലോകാവസാനം വന്നാല് സ്തേന, കള്ളനായിട്ട് അമ്മാടെ വയറ്റിന്ന് ഇറങ്ങി വരിക. എനിക്ക് ഈ ശ്ലോകം വായിച്ചപ്പോൾ ഇങ്ങനെ തോന്നി, എല്ലാ വേദത്തിലുള്ളതാണ്. ഗർഭകാലത്ത് എന്ത് അമ്മമാര് ഉമ്മമാര് നല്ലത് വായിക്കണം. ഹിന്ദുക്കളാണെങ്കിൽ പഴയ കാലത്ത് രാമായണം വായിക്കും, ക്രിസ്ത്യാനികളാണെങ്കിൽ അവർ ബൈബിൾ വായിക്കും, മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആനോടും അല്ലെങ്കിൽ പഴയകാല നല്ല നല്ല മാലകൾ മൗലിദുകൾ ഇതൊക്കെ വായിക്കും. ഈ കുട്ടിക്ക് 4 മാസം കഴിഞ്ഞാൽ കുട്ടിയുടെ അവസ്ഥരാന്തരം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വല്ലാത്ത ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ കഴിയും. അതായത് ഗർഭത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം കുട്ടിക്കുണ്ടാവും. അപ്പോൾ നല്ലത് കേൾക്കണം കുട്ടി. അതിന് അമ്മ നിരീശ്വരവാദിയാണ്. അമ്മ വായിക്കുന്നത് എല്ലാ പുസ്തകങ്ങളും നിരീശ്വരവാദി പുസ്തകമാണ്. അപ്പോൾ പിന്നെ ജനിക്കുന്നതിന് മുന്നേ കുട്ടി സ്വാഭാവികമായും എന്താവുമല്ലോ, അജപാ നാസ്തികാഹ, ജനിക്കുന്നതിന് മുമ്പേ കുട്ടികൾ നിരീശ്വരവാദിയോ. സ്തേന, കള്ളനോ. കള്ളൻ എന്ന വാക്ക് വേറൊരാളെ സമ്പത്ത് എങ്ങനെ അപഹരിക്കാം എന്നാവും സ്വകാര്യതയിൽ അച്ഛനും അമ്മയും ചർച്ച ചെയ്യുക. ഇത് വയറ്റിലുള്ള കുട്ടികൾക്കല്ലോ. എത്ര അർത്ഥവത്താണ് പറഞ്ഞത്. അപ്പൊ ജനിക്കുന്ന കുട്ടികൾ തന്നെ നിരീശ്വരവാദിയായിരിക്കും. പിന്നെ വളച്ച വളയൂല, പിന്നെ നന്നാവൂല, പിന്നെ നേരാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അമ്മയുടെ ദോഷം. ഇതിൻ്റെയൊക്കെ സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. നവ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദകാഹ നയച്ഛന്തി നഹോഷ്യന്തി വേദുവാദ വിലോപിതാഹ. വേദങ്ങളെ നിന്ദിക്കുന്ന ബ്രാഹ്മണർ വ്രതങ്ങളോ ആചാരങ്ങളോ ആചരിക്കുകയില്ല. അതായത് ഒരു കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാരുള്ള തറവാട്, ആ തറവാട്ടിൽ പിന്നീട് ഒരു വേദോച്ചാരണമോ ഒരു വേദനിഷ്ഠയോ ധർമ്മനിഷ്ഠയോ ആചാരനിഷ്ഠയോ ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഉൾപ്പെടും. ഇതന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകം മുഴുവനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപിക്കും എന്നും വേദങ്ങളിലുണ്ട്, ഹദീസുകളിലുണ്ട്. പിന്നെ പറയാം, വേറെ പറയണം, കുറച്ച് പണിയുണ്ട്. വ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദകാഹ നയച്ഛന്തി നഹോഷ്യന്തി ഹേതുവാദ വിലോപിതാഹ. വലിയ വാക്കാ ആ പറഞ്ഞത്. എന്ത്? വലിയ വലിയ തറവാട്ടുകാരുടെ മക്കൾ, പേരമക്കൾ ഹേതുവാദ വിലോപിതാഹ, യുക്തിവാദികൾക്ക് വഴിപ്പെട്ട് നയച്ഛന്തി നഹോഷ്യന്തി, ആരാധനയും ചെയ്യില്ല, നേർച്ചകളും ഉണ്ടാവില്ല. ഇത് 26-ാം ശ്ലോകം. 26-ാം ശ്ലോകത്തിലെ 2 വരിയ വ്രതാനി ചരിഷ്യന്തി ബ്രാഹ്മണ വേദനിന്ദക. ബ്രാഹ്മണന്മാർ അവരുടെ പിന്തലമുറകൾ വേദത്തെ നിന്ദിക്കും. നയച്ഛന്തി നഹോഷ്യന്തി, അവർക്ക് ആചാരവുമില്ല ആരാധനകളുമില്ല. എന്താ കാരണം? ഹേതുവാദ വിലോഭിതാഹ, അവര് ഹേതുവാദത്തിന് വഴിപ്പെടും. എന്താ ഹേതുവാദം? യുക്തിവാദം. അവിടെ ആചാരമുണ്ടോ? ഇല്ല. കാരണം ഇപ്പം മക്കൾ പേരമക്കളൊക്കെ ആരാ? നിരീശ്വരവാദികള്, യുക്തിവാദികള്. ഇത്ര കൃത്യമാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കേണ്ട ഒരു ബാധ്യത ഒരു മുസ്ലിമിന് ഇല്ല. അല്ലാഹു അക്ബർ എന്ന് വിളിക്കേണ്ട ബാധ്യത ഹിന്ദുവിനും ഇല്ല. കർത്താവിന് സ്തോത്രം എന്ന് പറയേണ്ട ബാധ്യത മുസ്ലിമിനില്ല, ഹിന്ദുവിനും ഇല്ല. അതേ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിക്കേണ്ട ബാധ്യത ക്രിസ്ത്യാനിക്കില്ല. അതേ സമയത്ത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്, ഒരു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അവനെ ഭത്സിക്കും, അവനെ ഉപദ്രവിക്കും. അതിനുവേണ്ടി സംഘടനകളുണ്ട്. അതേ സമയത്ത് ഈ പറയപ്പെട്ട ശ്രീരാമൻ ചതിയനാണെന്ന് പറയുന്ന അനവധി പ്രസംഗങ്ങൾ നിരീശ്വരവാദികൾക്കുണ്ട്. അതിന് മറുപടി പറയാൻ ആളുമില്ല. ഇതിന് വലിയ ദുരന്തം എന്താ? അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് വരെ ശ്രീരാമനിൽ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിരീശ്വരവാദികളെ മറുപടി പറയേണ്ടത്. ഞാൻ വേദനയോട് ചോദിക്കുകയാണ്.
പുത്രഃ പിതൃവദം കൃത്വാ പിതാ പുത്രവദം തഥാ സ്ത്രീയോപി പതിപുത്രാധിൻവാ ദിഷ്ണയാന്തി യുഗാശ്ചയേ നിരുദ്യോഗോ ബൃഹദ്വാദീന നിന്ദാം ഉപലപ്സ്യതേ പുത്രഃ പിതൃവദം കൃത്വാ പിതാ പുത്രവദം തഥാ പുത്രഃ പിതൃവദം പുത്രന്മാർ പിതാക്കളെ കൊല്ലും കൃത്വാ പിതാ പുത്രവദം തഥാ പിതാവ് പുത്രന്മാരെ കൊല്ലും സ്ത്രീയോ പതിപുത്രാധിന്വാദിഷ്ണയന്തി യുഗാക്ഷയേ സ്ത്രീകൾ അവർ മക്കളെയും കൊല്ലും ഭർത്താക്കന്മാരെയും കൊല്ലും. അവസാന കാലം അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും കാണുന്നത്. ചൂടോട് ചൂട്. തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ചൂട് ഇനി കുറയും? ഒരിക്കലും കുറയില്ല. 2030 പുറത്തിറങ്ങാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇപ്പം കഴിയില്ലല്ലോ. സയൻസിന് ഈ വിഷയത്തിൽ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 2050 ആകുമ്പോഴത്തേന് പുറത്തൊരാൾക്ക് ചവിട്ടാൻ കഴിയില്ല. മരങ്ങളിൽ വലിയ ശതമാനം കരിഞ്ഞു പോകും എന്ന് ശാസ്ത്ര പഠനമുണ്ട്. അനവധി ശാസ്ത്ര പഠനമുണ്ട്. എന്തുകൊണ്ട്? ചൂടിന് പുറകോട്ട് പോകില്ല, ചൂട് മുന്നോട്ടേ പോകും. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ലോകം അവസാനിക്കാൻ പോവാണ് എന്നൊരു ചിന്തയില്ല. എന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും ചെയ്യും. എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും? വെള്ളപ്പൊക്കം ഉണ്ടാവും, കൃഷിയൊക്കെ നശിക്കും, വീട് നശിക്കും, ചൂട് പറയില്ല. എന്തുകൊണ്ട്? ചൂട് കൂടിയാൽ ധ്രുവത്തിലെ മഞ്ഞുരുകിയാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, കടൽ കയറും, ഒരുപാട് പട്ടണങ്ങൾ വെള്ളത്തിലടിയിലാവും. പക്ഷെ എന്തുണ്ടാവും? ചൂടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പ്രകൃതിയുടെ സ്റ്റേബിൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ഇവിടെ എന്തുകൊണ്ടാണ് ഉള്ളത്? ധ്രുവത്തിൽ മഞ്ഞുള്ളത് കൊണ്ട്. ചൂട് കൂടിയാൽ ധ്രുവങ്ങളിലെ മഞ്ഞുരുകിയാലോ വെള്ളപ്പൊക്കം ഉണ്ടാവും. എന്തുണ്ടാവും? ചൂടുണ്ടാവും, ഭയങ്കര ചൂട്, ഭയങ്കര വെള്ളപ്പൊക്കം. നിരുദ്യോഗാബ്രഹദ്വാദീന നിന്ദാം ഉപലപ്സ്യതേ. സമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കല്ലാതെ ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാൻ അക്കാലത്ത് ആളുകൾ ഉണ്ടാവില്ല. സംഘാതയന്തഃ കൗന്ദേയ രാജാനഃ പാപബുദ്ധയഃ പരസ്പര വധോത്യുക്താ മൂർഖാഃ പണ്ഡിതമാനിന. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ഡിതന്മാര് കത്തി അരയിൽ വെച്ച് നടക്കും. പണ്ഡിതന്മാർക്കും താല്പര്യം ഒരാളെ കൊല്ലലിരിക്കും. എല്ലാ വിഭാഗത്തിലും. നിങ്ങളാരും എന്നെ നോക്കി പേടിപ്പിക്കണ്ടാന്ന്. ഇത് ഞാൻ പറയല്ല, അതിൻ്റെ അർത്ഥതാണ്. സംഘാതയന്തഃ കൗന്ദേയ രാജാനഃ പാപബുദ്ധയഃ. പാപ മനസ്സിലുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളായിരിക്കും അന്ന് ലോകത്തെ എവിടെയുണ്ടാവുക. അന്ന് ലോകത്തെ ഭരണാധികാരികൾ, അവർ ഇന്ത്യ ഭരിച്ചാലും, അവർ കേരളം ഭരിച്ചാലും, അവർ അമേരിക്ക ഭരിച്ചാലും, ലോകാവസാനം വരുമ്പോൾ അഥവാ കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ ഭരണാധികാരികൾ ആരായിരിക്കും? പാപ മനസ്സായിരിക്കും അവർക്ക്. അവർ ക്രൂരരായ ഭരണാധികാരികളായിരിക്കും. അവർ പരസ്പരം യുദ്ധം ചെയ്യും. പരസ്പര വധോക്തുക്താ മൂർഖാഃ പണ്ഡിതമാനിനഃ. സ്വയം പണ്ഡിതൻ വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് പരസ്പരം കൊല്ലാനായിരിക്കും താല്പര്യം. സ്വയം വിചാരിക്കുക, അയാളെ ഭാഷയിൽ അയാൾ പണ്ഡിതനാണ്. അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാത്തിൻ്റെ അവസ്ഥ. യഥാർത്ഥ വിജ്ഞാനം ഒരു കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴല്ലേ യഥാർത്ഥ വിജ്ഞാനിയാവുള്ളൂ, അപ്പോഴല്ലേ അവരെ കൊണ്ട് സൗഖ്യം ഉണ്ടാവുള്ളൂ. പരസ്പര വധോക്തുക്താ മൂർഖാഃ പണ്ഡിതമാനിനഃ. അയാളെപ്പറ്റി വിചാരിക്കുന്നത് അയാൾ പണ്ഡിതനാണെന്നാണ്. എന്താ അയാൾക്ക് ആവശ്യം? അടുത്ത ആളെ കൊല്ലുക. സ്വയം പണ്ഡിതനാണെന്ന് വിചാരിച്ച് നടക്കുന്ന വിഡ്ഢികൾ പകവച്ച് പരസ്പരം കൊല്ലാനായി നടക്കും. ഭവിഷ്യന്തി യുഗസ്യാന്തേ ക്ഷത്രിയ ലോകകണ്ടകാഃ. അവസാന കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ലോകത്തെ ഏതൊരാൾക്കും മുള്ളുമായുള്ള ബന്ധമാണ് അവർക്ക്. മുള്ളിൻ്റെ ബന്ധമായിരിക്കും. മുള്ളിനെ തൊട്ടാൽ എന്താവും? വേദനിക്കും. ഭരണാധികാരികളടുത്ത വേദനിക്കും, മുള്ളായിരിക്കും. ഭരണാധികാരികൾ ലോകത്തെ ജനങ്ങൾക്ക് മുള്ളായിരിക്കും. അരക്ഷിതാരോ ലുബ്ധാശ്ച മാനാഹങ്കാര ദർപ്പിതാഃ. ഈ ഭരണാധികാരികൾ അരക്ഷിതാഃ, ഒരാളെയും രക്ഷിക്കൂല. ഒരു ഭരണാധികാരിയും ഒരാളെയും രക്ഷിക്കുകയില്ല. അരക്ഷിതാഃ ലുബ്ധാശ്, അവർ ലുബ്ധന്മാരായിരിക്കും. അത്യാഗ്രഹികൾ, വേറൊരാൾക്കൊന്നും കൊടുക്കില്ല. അവർക്കുണ്ടാക്കലായിരിക്കും അവരുടെ ലക്ഷ്യം. അത്യാഗ്രഹികളായിരിക്കും. പിന്നെയോ മാനാഹങ്കാര ദർപ്പിതാഃ, സ്വന്തം അഹന്തയിൽ അഹങ്കരിച്ച് നടക്കും ഭരണാധികാരികൾ. കേവലം ദണ്ഡരുചയോ ഭവിഷ്യന്തി യുഗച്ഛേ. കേവലം ദണ്ഡരുചയോ, ദണ്ഡനം മാത്രമാണ് അക്കാലത്ത് ഭരണാധികാരികളിൽ നിന്ന് ലോകർ അനുഭവിക്കുക.
കേവലം ദണ്ഡരുചയോ, ദണ്ഡനമാണ് രുചിക്കുക. അവർ ജനങ്ങളെ ശിക്ഷിക്കുക മാത്രം ചെയ്യും. ആര്? ഭരണാധികാരികൾ. ജനങ്ങളെ ശിക്ഷിക്കലായിരിക്കും അവരെ പരിപാടി. ഉപദ്രവിക്കൽ തന്നെ എല്ലാം ഉപദ്രവിക്കലല്ലാതെ എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ഉപദ്രവം നികുതി കൂട്ടലാണ്. ഒരു ഭരണാധികാരി നന്നായാൽ നികുതി കുറയും, ഒരു ഭരണാധികാരി മോശമായാൽ നികുതി കൂടും. നികുതി കൂട്ടിയാൽ വിള കുറയും. ഫിസിക്കലും സ്പിരിച്വലുമായ കാരണങ്ങളുണ്ട്. ഒരു സാധനം നികുതി കൂട്ടിയാൽ ഉൽപ്പാദനം കുറയും. കാരണം എന്തുകൊണ്ട്? ഓരോന്നിനും നികുതി വരുമ്പോൾ അതിന് ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് താല്പര്യം ഉണ്ടാവില്ല. കിട്ടുന്നതിന് നികുതി, കൊടുത്താൽ നികുതി. ഓരോ വസ്തുക്കൾക്കും നികുതി കൂടുമ്പോൾ അതിൻ്റെ വില കൂടും. പരിശുദ്ധ ഹദീസുകളിൽ തന്നെ ഉള്ളതാണ് എന്ത്? നികുതി. ഒരു ഭരണാധികാരി നികുതി കൂട്ടിയാൽ ആ നാട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് എടുത്തു കളയും, വിള കുറയും. എന്തുകൊണ്ട്? കർഷകർക്ക് വിളയിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നികുതി ഭാരം. കാരണം ഏറ്റവും കൂടുതൽ കുറഞ്ഞ വരുമാനമുള്ള ജനതയാണ് ആര്? കർഷകര്. അവർക്ക് നികുതി കൂടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേവലം ദണ്ഡരുചയോ ഭവിഷ്യന്തി യുഗച്ഛേ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല. അക്രമ്യാക്രമ്യ സാധൂനാം ധാരാം ചൈവദരാനിച്ച. അവസാന കാലഘട്ടത്തിലെ നേതാക്കന്മാർ സാധുക്കളായ ജനങ്ങളുടെ ഭാര്യമാരെയും ധനത്തെയും കൈവശപ്പെടുത്തും. നേതാക്കന്മാർ ഭരണാധികാരിയാവും അല്ലെങ്കിൽ നേതാവാവും, ആരാണെങ്കിലും. രണ്ട് കാര്യം സാധുക്കളിൽ നിന്ന് കൈവശപ്പെടുത്തും. ഒന്ന് അവരുടെ ഭാര്യമാരെ, രണ്ട് സമ്പത്തിന്. പുച്ഛന്റെ നിരനുക്രോശ. സാധാരണ ജനങ്ങൾ ആക്രോശിച്ച് കരഞ്ഞാലും അതവരെ ബാധിക്കൂല. ഒരാളുടെ ഭാര്യ നേതാവിന്റെ കയ്യിലായിരിക്കും. ആരാണോ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ആ ആൾ അയാളുടെ ഭാര്യയെ കൈവശപ്പെടുത്തും. മഹാഭാരതത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇതങ്ങനെ തന്നെ. ഇതിന് തുല്യമായ എത്രയോ ഹദീസുകൾ കാണും. ഒരു ജനതയുടെ നേതാവ് ആ ജനതയിലെ ഫാസിഖായിരിക്കും. സാനി. ഒരു ജനതയ്ക്ക് നേതാവായി വരിക ആരാ? ആ ജനതയിലെ വ്യഭിചാരി. മുന്നിടത്തേക്ക് ഒരു ആണിനോ പെണ്ണിനോ പോകാൻ പറ്റൂല. അങ്ങനെ തന്നെയല്ലേ? പോയാലോ മര്യാദയ്ക്ക് തിരിച്ചയക്കൂല. ആ പെണ്ണിനോ കൈവശപ്പെടുത്തും. ചില വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിലേക്ക് പെണ്ണിനെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റൂല. അനവധി വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ ഇടപെടുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ കൂടുതലാണ് ഇന്ന്. ഒന്ന് നേതാക്കന്മാർ, രണ്ട് നമ്മൾ സാധാരണ ബന്ധപ്പെടുന്ന ചില വിഷയങ്ങൾ. ചികിത്സ, അത് ആത്മീയ ചികിത്സയാണെങ്കിലും വേണ്ടില്ല, ഇനി അല്ലാതെ ഇംഗ്ലീഷ് ചികിത്സയാണെങ്കിലും അല്ല. പെണ്ണൊറ്റയ്ക്ക് ചികിത്സാലയം എടുത്ത് പോകാൻ പാടില്ലാത്തതാണ്. എല്ലാ ചികിത്സാലയം മോശമാണോ? അല്ല. പക്ഷേ പിഴക്കാൻ സാധ്യത കൂടുതലുള്ള ഏരിയയാണ്. കാരണം ആത്മീയ ചികിത്സയിൽ 90% ഉള്ളത് തട്ടിപ്പാണ്, തന്നെ തട്ടിപ്പാ. ആത്മീയ ചികിത്സ എന്ന പേരിൽ ഇന്ന് നടക്കുന്ന 90% തട്ടിപ്പാണ്. ഇനി മറ്റ് ചികിത്സയാണെങ്കിലും പെണ്ണിനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കന്യാം യാചതേ കശ്ചിന്നാപി കന്യാ പ്രതീയതേ. പെണ്ണ് ചോദിച്ചാരും ഒരു തറവാട്ടിൽ വരൂല. ഇനി വന്നവർക്ക് പെണ്ണോട്ട് കൊടുക്കൂല ലോകാവസാനം വന്നാൽ. സ്വയം ഗ്രഹ ഭവിഷ്യന്തി യുഗാന്തേ. ഓരോരുത്തർക്കും സ്വയം കല്യാണമായിരിക്കും. ഇത്ര വലിയ സത്യമാണ് ഇത്. വന്നു കഴിഞ്ഞു. യൂറോപ്പിൽ 100 കൊല്ലത്തിലേറെയായി കല്യാണ നിശ്ചയമില്ല. എന്തുകൊണ്ട്? ഒരു പെണ്ണ് അവളെ ഭർത്താവിനെ അവൾ തീരുമാനിക്കും. കുടുംബം തീരുമാനിക്കുമ്പോഴല്ലേ പെണ്ണ് ചോദിച്ചു വരുള്ളൂ. ഞാൻ കന്യാം യാചതേ. കന്യകയെ ചോദിച്ചൊരാൾ തറവാട്ടിൽ വരില്ല. എന്തുകൊണ്ട്? തറവാട്ടിൽ ചോദിച്ചിട്ട് വരൂല്ല. വരാതിരിക്കാൻ ഒരു കാരണം എന്താ? ആണിനല്ലേ കൊടുക്കണ്ടേ? ഇനി ആണിന് ഓൻ തീരുമാനിച്ചിട്ടുണ്ടാവും ആളെ, പിന്നെ നിങ്ങൾ ബാപ്പയമ്മ ചോദിച്ചു വരൂ. എന്നാ കന്യാം യാചതേ, കന്യകയെ ചോദിച്ചു വരില്ല. കശ്ചിൻ ഞാപ്പി കന്യാ പ്രതീയതേ. ചോദിച്ചു വന്നാൽ കൊടുക്കൂല്ല. എന്തുകൊണ്ട്? ഓളെ കൊടുക്കാൻ അച്ഛനും അമ്മക്കും കഴിയില്ല. ഇപ്പോൾ വേറൊരാളെച്ച് സെറ്റിൽമെന്റ് ആയിട്ടുണ്ടാവും. ലോകാവസാനം വരുമ്പോൾ കല്യാണം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? പിന്നെ പറയുന്നത് സ്വയം ഗ്രാഹ, സ്വയംഗ്രഹങ്ങളായിരിക്കും എല്ലാം. അവനാന്റെ ഭർത്താവിന് അവനാൻ തീരുമാനിക്കും. അതൊരാഴ്ച, 2 ആഴ്ച, 4 ആഴ്ച കഴിഞ്ഞാൽ വേറൊരാള്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കവേ ജനറലിന്റെ ഭാര്യയായി. ഇനി അതിപ്പോ ഭാര്യയാവോ? ഉണ്ടാവില്ല. അതതിന്റെ ആരംഭ ശൂരത്വം കഴിഞ്ഞ വേറൊരാളപ്പം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചോദിച്ചു വരൽ എന്ന പരിപാടി അവസാന കാലത്ത് ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലും ഇല്ലാതായി വരികയാണ്. ഇത് തുറന്നു പറയാൻ ആയിരക്കണക്കായ പെൺകുട്ടികളെ ടോക്സ് ഇന്ന് സോഷ്യൽ മീഡിയ കിട്ടും. ഞങ്ങളെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും.
ഒരു പെണ്ണിനെ കിട്ടി. എന്താ പറഞ്ഞത്? ഒരാളുടെ ജീവിത സഖി ആരാ തീരുമാനിക്കേണ്ടത്? അയാളല്ലേ. അതിൽ കുടുംബത്തിന് എന്താ അധികാരമുള്ളത്? അതാ പറഞ്ഞ കന്യാം യജതേ, പെണ്ണ് ചോദിച്ചാലും വരില്ല, വന്നാലോ കശ്ചിൻ നാപി കന്യാ പ്രതീയതേ, ചോദിച്ചാലോട്ട് കൊടുക്കൂല്ല. അവസാന കാലഘട്ടമാകുമ്പോൾ സ്വയം വിവാഹങ്ങൾ മാത്രമാണ് നടക്കുക. രാജാനശാപ്പ് അസന്തുഷ്ടാഹ പരാർത്ഥൻ മൂഢചേതസാഹ സർവോപായൻ ഹരിഷ്യന്തി യുഗാന്തേ പര്യുപസ്ഥിതേ. ഉന്നത ഭരണാധികാരികൾ പോലും മറ്റുള്ളവരുടെ മേൽ വ്യാമോഹികളായിരിക്കും. അവർ വ്യാകുല മനസ്കർ. ഒരു മനസ്സമാധാനവും ഭരണാധികാരികൾക്ക് പോലും ഉണ്ടാവില്ല. സ്ഥവിര ബാലമതയോ സ്ഥവിര ബുദ്ധയ, വയസ്സന്മാർക്ക് ബാല്യക്കാര സ്വഭാവമായിരിക്കും, വികൃതി. അവസാന കാലാകുമ്പോൾ സ്ഥവിര, വയസ്സന്മാർക്ക് ബാലമതയോ ബാലാഹ സ്ഥവിത ബുദ്ധയ, യുവാക്കൾക്കോ പഴകിയ ബുദ്ധിയെ തലയിൽ വരുള്ളൂ. അനാവശ്യം മാത്രമേ യുവാക്കൾക്ക് തലയിൽ ഉദിക്കുള്ളൂ. വയസ്സന്മാർക്കോ വികൃതിയായിരിക്കും. അങ്ങനല്ലേ? ഇത്ര പോന്ന ഫോണില്ലാത്ത ഏത് വയസ്സനാള്? എന്താ വയസ്സന്മാർക്ക് പണി? ഇതൊക്കെ വികൃതിയല്ലേ? 2 കൂട്ടരാണ് അഭിശപ്തമായ ലൈംഗികതക്ക് വശംവദരായതാണ് പുതിയ റിപ്പോർട്ട്. 1 വിവാഹത്തിലേക്ക് പോകാത്ത കൗമാരക്കാർ, 2 50 കഴിഞ്ഞ വയസ്സന്മാർ. 2 കൂട്ടരും ലൈംഗികതയിൽ അടിമകളാണ്. വയസ്സന്മാർക്ക് വികൃതിയായിരിക്കും, യുവാക്കൾക്കോ അനാവശ്യ ബുദ്ധിയായിരിക്കും. ഏകാഹാര്യം ജഗത് സർവം ലഭമോഹവസ്ഥിരം അധർമ്മോ വർദ്ധതി മഹാൻ നച ധർമ്മഃ പ്രവർത്തതേ. ലോകം മുഴുവനും അത്യാഗ്രഹത്തിൻ്റെയും പച്ചയായി അത്യാഗ്രഹത്തിൻ്റെയും വ്യാമോഹത്തിൻ്റെയും വക്താക്കളാവും. 2ാമത്തെ വരി ഏറ്റവും പ്രധാനം. ധർമ്മോവർദ്ധതി, മതങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും, മതസംഘടനകളും. മഹാന്നച്ച ധർമ്മഃ പ്രവർത്തതേ, ധർമ്മം ആരും പ്രവർത്തിക്കൂല. മതങ്ങൾ മതപ്രസ്ഥാനങ്ങൾ വളരും, എന്നാൽ ധർമ്മം എവിടെ ഉണ്ടാവില്ല. സത്യം തന്നെയല്ലേ? ഏത് ദിവസം പത്രം എടുത്ത് നോക്കിയാലും ഒരു പുതിയ സംഘടനൻ്റെ ഒരു 3-4 ആൾ കണ്ണടിയും വെച്ച് താടിയും വെച്ചിരിക്കുന്നതാണ്. എല്ലാ ജാതിയിലും മതങ്ങളും മതസംഘടനകളും വളരും. മതത്തിനൊരു ഉള്ളുണ്ട്, അതെന്താ? ധർമ്മം. അതാർക്കും വേണ്ടിയില്ല. ധർമ്മം, സത്യം, നീതി അതുണ്ടാവില്ല. ധർമ്മം ഉണ്ടാവില്ല, സത്യം ഉണ്ടാവില്ല, നീതി ഉണ്ടാവില്ല. പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടാവും, അതായത് മതചിഹ്നങ്ങൾ ഉണ്ടാവും, മതത്തിന്റെ കൊടികളും സംഘടനകളും അധികരിക്കും. എന്നാലോ ധർമ്മഃ പ്രവർത്തതേ, ധർമ്മം ഒരാൾക്കുണ്ടാവില്ല, നീതി സത്യം അന്നുണ്ടാവില്ല. ഒരു നീതി പറഞ്ഞാൽ കിട്ടൂല, നീതി നടപ്പിലാക്കി തരൂല. എത്ര നേതാക്കന്മാരുണ്ട് ലോകത്ത്. ജനങ്ങൾക്ക് വേണ്ടത് തിന്നാനല്ല, നേതാവിൽ നിന്ന് കിട്ടേണ്ടത് നീതിയാണ്. കിട്ടൂല, നീതി കിട്ടില്ല. തീരുമാനങ്ങളുണ്ടാവും, നീതി ഉണ്ടാവില്ല. ഒരാൾ നീതി വിധിക്കൂല, നീതി ചെയ്യൂല. എന്തുകൊണ്ട്? നീതി അത്രയും നഷ്ടപ്പെട്ടു. അധർമ്മോവർദ്ധതി മഹാന്നച്ച ധർമ്മഃ പ്രവർത്തതേ. ധർമ്മം, സത്യം, നീതി അതൊന്നും ഉണ്ടാവില്ല. മതചിഹ്നങ്ങളും മതസംഘടനകളും ഒക്കെ ഉണ്ടാവും. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ഹിദായത്ത് ഉണ്ടാവില്ല. ഹിദായത്തിൽപ്പെട്ടതാണ് അദിൽ, നീതി. അത്രയും പരിഷ്കാരം ഉണ്ടായി, മതചിഹ്നങ്ങളുണ്ടായി. പള്ളി എന്തില്ല? മതമില്ല. മസാജിദുഹും ആമിറ, വലിയ വലിയ സൗകര്യമുള്ള പള്ളി ഉണ്ടാവും, ദീനുണ്ടാവില്ല. ദീനെന്താ? അൽ അദിൽ, നീതി. നശ്യംസൃതി പിതാ പുത്രം പുത്രശ്ച പിതം പിതരം തദാ ഭാര്യാച പതിശ്രുത പതിശുശ്രൂഷാം ന കരിഷ്യതി കാചനഃ. പിതാവ് പുത്രനോട് ക്ഷമിക്കില്ല. പുത്രശ്ച പിതരം തദാ, പുത്രൻ പിതാവിനോടും ക്ഷമിക്കില്ല. ബാപ്പ പറഞ്ഞതിന് മകൻ ക്ഷമിക്കൂല, മകൻ പറഞ്ഞതിന് ബാപ്പയും ക്ഷമിക്കൂല. ലോകാവസാനാവുമ്പോൾ ഭാര്യാച പതിശുശ്രൂഷാം ന കരിഷ്യതി കാചന. ഒരാളുടെ അവസാന കാലത്ത് ഭാര്യ ശുശ്രൂഷിക്കുകയില്ല. ന കശ്ചിത് കസ്യചിത് ശ്രോതാ ന കശ്ചിത് കസ്യചിത് ഗുരുഃ. അതായത് ഒരാളും ഒരാളുടേനും കേട്ട് സ്വീകരിക്കൂല, കേൾക്കും സ്വീകരിക്കൂല. ഒരാൾക്കും ഗുരു ഉണ്ടാവില്ല, സ്വീകരിക്കും. അവനാന്റെ ഇറച്ചിക്ക് പറ്റണ സ്വീകരിക്കൂല. മൂല്യേരെ കുറ്റം പറയണ അങ്ങക്ക് എന്നെ സുഖം ഉണ്ടാവും, നിങ്ങൾ മൂല്യന്മാരല്ല. കച്ചവടക്കാരെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വരൂല. അവനാന്റെ ഇറച്ചിക്ക് പറ്റിയത് പറഞ്ഞാൽ സ്വീകരിക്കൂല.
മറ്റേ വേറൊരാളെ കുറ്റം പറയുന്നത് എന്താ പ്രശ്നം? എന്താ? അതായത് ഒരാൾക്ക് ആരും ആരെയും ഗുരുവായി അംഗീകരിക്കൂല. സ്വീകരിക്കുന്ന നിലയിൽ ഒരു വാക്ക് ഒരാൾക്ക് കേൾക്കൂല. ഒരാൾക്കൊരു ഗുരു ഉണ്ടാവില്ല. കേശശൂലാഹ സത്രിയശ്ചാപി ഭവിഷ്യന്തി യുഗച്ഛയേ. അക്കാലത്തെ പരിഷ്കാരികളായ പെണ്ണുങ്ങൾ മുടി അവരുടെ കേശം സ്ഥൂലം പോലെ മുകളിലേക്ക് കെട്ടിവെക്കും. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കൽ അൻസിമത്തിൽ ബുഖ്തിൽ മാഇല. ഉന്നതമായ ഒട്ടകങ്ങളുടെ ഇളകുന്ന പൂഞ്ഞകൾ പോലെ. കേശശൂലാഹ, ശൂലം പോലെ വെക്കും. എന്ത്? മുടി. സ്ത്രീയശ്ചാപി ഭവിഷ്യന്തി യുഗച്ഛേ. ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ തലമുടി മുകളിലേക്ക് കെട്ടിവെക്കും. സർവകർമ്മസു. ആ പെണ്ണുങ്ങൾ ക്രൂര മനസ്സുള്ളവരായിരിക്കും, മ്ലേച്ഛകളായിരിക്കും, വൃത്തികെട്ടവരായിരിക്കും. ഏത് വൃത്തികേടും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ക്രയവിക്രയ കാലേച്ച സർവഹ സർവസ്യ വഞ്ചനം. ക്രയവിക്രയത്തിൽ ആരും വഞ്ചിക്കും. കൊടുക്കണോ വാങ്ങണോനും വഞ്ചിക്കും, വാങ്ങണോൻ കൊടുക്കണോനും വഞ്ചിക്കും. അങ്ങനെയാണ്. അവിജ്ഞായ കരിഷ്യന്തി ക്രിയാസ്തര ആത്മച്ഛന്ദേന വർത്തന്തേ യുഗാന്തേ പരിപസ്ഥിതേ. അന്ത്യകാലഘട്ടത്തിലെ ജനങ്ങൾ വിജ്ഞാനമില്ലാതെ കർമ്മങ്ങൾ ചെയ്യും. അവിജ്ഞായ കരിഷ്യന്തി ക്രിയാസ്തര ആത്മച്ഛന്ദേന വർത്തന്തേ. ഓരോരുത്തർക്കും ആത്മചന്തേന. ഞാനെങ്ങനെ ജീവിക്കാം? എൻ്റെ മനസ്സിനോട് പറയും പോലെ. നിങ്ങളെങ്ങനെ ജീവിക്കാം? നിങ്ങളെ മനസ്സിനോട് പറയും പോലെ. അതാണ് ഇത്തിബാഉൽ ഹവ. ഇസ്ലാമിക കൺസെപ്റ്റിൽ ഇത്തിബാഉൽ ഹവ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഈ പറയുന്നത്. എന്ത്? ആത്മചന്തേന വർത്തന്റെ. ഓരോരുത്തരും ആത്മാവ് എന്താണോ അവനോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും ജീവിക്കുക. വേറൊന്നുമല്ല. ഒരു ഗുരു പറയുന്നത് സ്വീകരിക്കൂല. യുദ്ധകാണ്ഡത്തിന് കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട്, അർജുന നീ പഠിച്ചതെല്ലാം നീ ഉപേക്ഷിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് സ്വീകരിക്ക്. ഏകദേശം തസൗഫിൽ ഗുരുക്കൾ ശിഷ്യന്മാരോട് പറയാ, നീ പഠിച്ചൊക്കെ ഒഴിവാക്കുക, ഞാൻ പറഞ്ഞത് സ്വീകരിക്കുക. അതിന് ഭയങ്കര പണിയാണ്. നീ പഠിച്ചതിൽ നിന്റെ അഹങ്കാരം ഉണ്ടാവും, അത് നീ ഒഴിവാക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞത് സ്വീകരിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾക്കൊരു രീതി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ആ രീതിയല്ല സത്യത്തിൽ യഥാർത്ഥ രീതി. വേറൊരു ജ്ഞാനി നമ്മളോട് പറയണം, അതാണ് യഥാർത്ഥ രീതി. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെയാണ് പുണ്യ റസൂലിൻ്റെ ജീവിതം ഉണ്ടായത്. റസൂൽ ഏറ്റവും വലിയ മഹാനല്ലേ, ഇതിനാ ഒരു ജിബ്രീൽ. പക്ഷെ അതാണ് എൻ്റെ രീതി. സ്വഭാവാത് ക്രൂര കർമ്മണാശ്ചന്യോന അഭിശങ്കിനഃ ഭവിതാരോ ജനാഹ സർവേ സംപ്രാപ്തേ യുഗസംക്ഷയേ. അന്ത്യകാലത്തെ ജനങ്ങളുടെ സ്വഭാവം ക്രൂരമായിരിക്കും, വല്ലാത്ത ക്രൂരമായ മനസ്സ. എന്നാൽ അന്യോന്യം അഭിശങ്കിനഃ, കണ്ടാൽ പരസ്പരം പുകഴ്ത്തും. റസൂൽ പറയുന്നുണ്ട്, യതമാദഹൂന, അവർ പരസ്പരം പുകഴ്ത്തും. തിരിഞ്ഞാലോ ക്രൂരമായ മനസ്സ. എന്നാൽ അന്യോന്യം അഭിശങ്കിനഃ, തമ്മിൽ കണ്ടാൽ ഭയങ്കര പുകഴ്ത്തും. ആരാമാംശ ചൈവ വൃക്ഷാംശ നാശയിഷ്യന്തി നിർവിധാഹ. തോട്ടങ്ങളും വൃക്ഷങ്ങളും നശിപ്പിച്ച് കളയാൻ ഒരു മാനസിക വ്യഥയും ആ കാലഘട്ടത്തിലെ പരിഷ്കാരികളായ ജനങ്ങൾക്ക് ഉണ്ടാകില്ല. അങ്ങനെ തള്ളും, തോട്ടങ്ങൾ മുറിക്കും, വൃക്ഷങ്ങൾ മുറിക്കും, അതിനൊന്നൊരു വിഷമം ഉണ്ടാവില്ല. ഭൂമിയിലെ പച്ചപ്പൊക്കെ പോയാലും അവർക്കൊന്നും അവരുടെ പരിഷ്കാരങ്ങളും അവരുടെ സൗകര്യങ്ങളും നടക്കണം എന്നല്ലാതെ ഒരു താല്പര്യവും അവർക്കുണ്ടാവില്ല. ഭവിതാ സംക്ഷയോ ലോകേ ജീവിതസ്യ ച ദേഹിനാം. ആരാധനകൾ ചെയ്യും, പക്ഷെ ദൈവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും. ആരാധന ഉള്ളവർക്ക് പോലും ഉറപ്പുണ്ടാവില്ല, ദൈവത്തിന് ഉറപ്പുണ്ടാവില്ല. എല്ലാ നിരീശ്വരവാദികൾക്കും പിന്നാലെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷേ ഉള്ളിൽ എന്തില്ല? അള്ളാഹു വിശ്വാസമല്ല. പടച്ചോൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, ബ്രഹ്മാവിൽ വിശ്വാസം ഉണ്ടാവില്ല ഹിന്ദുവിന്, അള്ളാഹു വിശ്വാസം ഉണ്ടാവില്ല മുസ്ലിമിന്, കർത്താവിൽ യഹോവയിൽ വിശ്വാസം ഉണ്ടാവില്ല ക്രിസ്ത്യാനിക്ക്. എന്നാ കർമ്മല്ലേ? കർമ്മം ചെയ്യും, കർമ്മങ്ങളൊക്കെ ചെയ്യും. കർമ്മം ചെയ്യുന്നവർക്ക് പോലും ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. അതൊക്കെ കർമ്മം അത്രേ ഉണ്ടാവുള്ളൂ. പല മതങ്ങളിലും തഥാ ലോഭാഭിഭൂതാശ്ച
ചരിഷ്യന്തി മഹീം ഇമാം ബ്രാഹ്മണാശ്ച ഭവിഷ്യന്തി ബ്രഹ്മസ്വാനി പുഞ്ചതെ ചപുഞ്ചതെ. ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ബ്രഹ്മമറിഞ്ഞാലോ അവനെ കൊല്ലും. ബ്രഹ്മമറിയാൻ പാടില്ല, യഥാർത്ഥ ഉൾപ്പൊരുൾ അറിയാൻ പാടില്ല. ഉൾപ്പൊരുൾ, വിജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുൾ ഒരു തേടി അറിഞ്ഞാൽ അയാളെ എല്ലാവരും കൂടി കൊല്ലും. വിജ്ഞാനത്തിനൊരു പൊരുളുണ്ട്. പഴയ കാലത്ത് നമുക്കറിയാത്ത പൊരുൾ പറഞ്ഞാലും നമ്മൾ എതിര് പറയില്ല. എന്തുകൊണ്ട്? അതതിൻ്റെ പൊരുളാണ്. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, എന്നാൽ എതിര് പറയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ യോഗികൾ ഉള്ളിലേക്ക് വലിയ പുറത്തേക്ക് ഉണ്ടാവില്ല. അതേ കുപ്പായിട്ടിട്ട് ഭൗതികവാദികൾ ഇറങ്ങി നടക്കും. ശുദ്രാധർമ്മം പ്രപശ്യന്തി ബ്രഹ്മണാഹ പരിപാസകാഹ. ഒരു തറവാടിത്തോ ഇല്ലാത്തവർ വലിയ വലിയ ധർമ്മങ്ങൾ പ്രസംഗിക്കും. വലിയ വലിയ തറവാട്ടുകാരോ അവരെ പുകഴ്ത്തുകയും ചെയ്യും. അതായത് ശൂദ്രന്മാരെ പിൻഗാമികൾ പിൽക്കാലത്ത് വലിയ മതപ്രഭാഷകരായി മാറും. ബ്രാഹ്മണരെ പിൻഗാമികളോ അവരെ പുകഴ്ത്തും. ശ്രോതാരശ്ച ഭവിഷ്യന്തി പ്രാമാണ്യേന വ്യവസ്ഥിതാഹ. ഒരു വിവരമില്ലാത്തവർ വേറെ സ്ഥലത്തുണ്ട്. ഒരു വിവരമില്ലാത്തവർ കയറിയിട്ട് വലിയ മതം പറയും. മതപണ്ഡിതന്മാരോ അതിനെ പുകഴ്ത്തും. നിങ്ങൾ സോഷ്യൽ മീഡിയ അടിച്ചു നോക്കി, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് തന്നെ കാണാം. അതേ സമയത്ത് ബ്രഹ്മജ്ഞാനിയെ കൊല്ലും. ഒരാൾക്ക് വിവരം ഉണ്ടെങ്കിൽ അയാളെ കൊല്ലും. ശ്രോതാരശ്ച ഭവിഷ്യന്തി പ്രാമാണ്യേന വ്യവസ്ഥിതാഹ. ലോകരും ജനങ്ങളൊക്കെ പുകഴ്ത്തോ വലിയ വലിയ പ്രസംഗം, വലിയ മഹാനോ എന്താ അവിടെ മൂപ്പരൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആര്? കച്ചവടക്കാരൻ. ഇതൊക്കെയാണ് ലോകം. ശുദ്രാഹ പരിചരിഷ്യന്തി നജുജാൻ യുജചക്ഷയേ ആശ്രമേഷു മഹർഷീണാം ബ്രാഹ്മണ വസതേഷു ച. അവസാന കാലത്ത് ഉന്നത തറവാട്ടുകാർക്ക് യാതൊരു അഭിവൃദ്ധിയും ഉണ്ടാവില്ല. താഴ്ന്നക്കടയിലുള്ള ആളുകൾക്കായിരിക്കും ഉന്നത അഭിവൃദ്ധി. അവിടെയാണ് ഏത് സദസ്സിലേക്കും ക്ഷണിക്കപ്പെടുക. അവരുടെ നാടാണ്, പേരാണ് നാട് മുഴുവനും വാഴ്ത്തപ്പെടുക. ഇവിടെ എവിടെയും അതായിരിക്കും അവസ്ഥ. വിരോധം അതാ യാസ്യന്തി വൃഷല. ബ്രാഹ്മണ ശുദ്രന്മാർ ബ്രാഹ്മണന്മാരുമായി കലഹിക്കും. ബ്രാഹ്മണന്മാരുടെ പക്ഷത്ത് ആരും ഉണ്ടാവില്ല. അതായത് അജ്ഞാനികളായ ആളുകൾ കലഹിക്കും ജ്ഞാനികളുമായി. ജ്ഞാനികൾക്കാരും കൂടെ കൊടുക്കില്ല, അജ്ഞാനികളെ കൂടെ ആളുണ്ടാവുള്ളൂ. അജ്ഞാനികൾക്ക് ജ്ഞാനികളോട് കലഹിക്കാനേ പാടില്ല. ബ്രാഹ്മണാഹ ക്ഷത്രിയാ വൈശ്യാ നസ്ത്യാസ്യാന്ത് ഉപദേശേ ന ശിഷ്യ വിപ്രിയകാരിണാഹ. ആ കാലഘട്ടത്തിൽ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ കിട്ടില്ല. ശിഷ്യന്മാർ ഗുരുക്കളിൽ ഒടുങ്ങുകയുമില്ല. അങ്ങനെ എല്ലാവരും ആളുകളായിരിക്കും. ഒരാളിൽ ഒടുങ്ങൂല, എൻ്റെ അയാൾ പറഞ്ഞു കേൾക്കേണ്ടി വരും. ഗുരുക്കൾക്ക് ശിഷ്യരെ ഒടുങ്ങൂല, ഒരു ശിഷ്യരെ കിട്ടൂല. ഉസ്താദിന് ശിഷ്യനെ കിട്ടില്ല, ശിഷ്യന് ഉസ്താദ് ഒടുങ്ങൂല്ല. ഭർത്തൃണാം വചേന ചൈവ സ്ഥാസ്യന്തി യഥാ സ്ത്രീയഃ പുത്രാശ്ച മാതാപിതരൗ ഹനിഷ്യന്തി യുഗക്ഷയേ സൂദയിഷ്യന്തി ച പതീൻ സ്ത്രീയഃ പുത്രാൻ അപാശ്രിതാഃ. പുത്രന്മാരിൽ ബലം കിട്ടിയ പെണ്ണുങ്ങൾ ഭർത്താവിനെ തള്ളിപ്പളയും. അതായത് പോലെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. അവസാന കാലമായാൽ പോലെ രണ്ട് ഗ്രൂപ്പാവും. അതായത് മക്കളും ഉമ്മയൊക്കെ ഒരു ഗ്രൂപ്പ്, ബാപ്പ ഒറ്റക്ക്. സൂദയിഷ്യന്തി ച പതീൻ സ്ത്രീയ പുത്രാൻ അപാശ്രിതാഹ. അതായത് ഭാര്യമാര് വയസ്സായ പെണ്ണുങ്ങൾ അവരുടെ പക്ഷത്ത് ആരെ നിർത്തും? മക്കളെ നിർത്തും. എന്നിട്ട് ആർക്കെതിരാവും? എത്ര മക്കളൊരു കേസ് ഗൾഫ് പോയി വന്നു, 15-25 കൊല്ലം അവിടെ നിന്ന് നിരഞ്ഞ് കഴിഞ്ഞ് പിന്നെ തന്ത വന്നു, മക്കളൊരു കെട്ട്. ഇയാൾ പറഞ്ഞു ഒന്നും അവർക്ക് പിടിക്കൂല. സ്ത്രീകൾ ഭർത്താക്കന്മാരെ കൊല്ലു. പുത്രന്മാരിൽ അഭയം പ്രാപിച്ച സ്ത്രീകൾ സൂദയിഷ്യന്തിച്ച പതീൻ സ്ത്രീയഃ പുത്രാൻ അപാശിതാഹ. ഭർത്താവിനെ കൊല്ലാനും പെണ്ണിന് മടി ഉണ്ടാവില്ല. പെണ്ണിന്റെ കൂടെ ആരുണ്ടാവും? മക്കളുണ്ടാവും. മക്കളൊക്കെ കെട്ടായിരിക്കും. കൊന്നാലും കൊന്നിട്ടില്ലെങ്കിലും സംഗതി അങ്ങനെ തന്നെയല്ലേ ഇന്നത്തെ അവസ്ഥ. ഇതൊന്നും മനുഷ്യൻ അവസാനിച്ചു. ഒരുപാട് അനവധി ശ്ലോകങ്ങളുണ്ട്. ഭരണാധികാരികൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികൾ കൊണ്ട് ലോകം നിറയും. ഭരണാധികാരികൾ ജനങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. എല്ലാം മഹാഭാരതത്തിലുണ്ട്. ധർമ്മം ഉണ്ടാവില്ല. ഇതേ മതപക്ഷത്തുള്ള ആളുകൾ നിരീശ്വരവാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുക. മഹാഭാരതത്തിലുണ്ട്. ദൈവചിന്ത മനുഷ്യർക്ക് ഉണ്ടാവില്ല, ദൈവമേ എന്ന് പറയില്ല.
ദൈവമുണ്ടോ, ആരാധിക്കുന്നവർക്ക് പോലും ദൈവമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും. മതം ഉണ്ടാവും, ദൈവത്തിന് ആളുണ്ടാവില്ല. മതസംഘടന വളരും, ധർമ്മവും നീതി ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ഏതൊരു മതം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും അന്ത്യദിനം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് മതം എടുത്ത് പരിശോധിച്ചാലും അതാണ് സത്യം. ഏത് മതത്തിന്റെ സത്യങ്ങളെയും നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടും. മനുഷ്യൻ വലിയ ആപത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കുമെന്ന് പറയുന്ന അനവധി ആളുകളെ എനിക്കറിയും. അത് സംഭവിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്ന ആളുകളെ എനിക്കറിയാം. അതിന് അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. എവിടെയും മനുഷ്യന് ധർമ്മവും നീതിയും നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും പിഴച്ചത് പണ്ഡിതന്മാർക്കാണ്. വേറെ ആരെയും കുറ്റം പറയണ്ട. എല്ലാ മതത്തിലും പിഴച്ച പണ്ഡിതന്മാർക്കാണ്. കാരണം പണ്ഡിതൻ നന്നായ ലോകം നന്നാവും. പണ്ഡിതന്മാർ നന്നാവാത്തതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ച മുഴുവനും ദുരന്തത്തിന് കാരണം. എല്ലാ മതത്തിലും പിഴച്ചത് പണ്ഡിതന്മാർക്ക് മാത്രമാണ്. വേറെ നാട്ടുകാരെ വെറുതെ കുറ്റം പറയാ. നിഴലിനെ എന്തിനാ കുറ്റം പറയണത്? നാട്ടക്കല്ലേ പ്രശ്നം. ജനം എപ്പോഴും നാട്ടയുടെ നിഴല് പോലെയാണ്, പണ്ഡിതന്റെ നിഴലാണ് ലോകത്തെ മൊത്തം ജനങ്ങളും. ഉദാഹരണം പറയുക, ഹൈന്ദവ പണ്ഡിതന്മാരെ മുഴുവനും എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എന്ന് ഹിന്ദുക്കളോട് പറഞ്ഞാൽ ഹിന്ദുക്കൾ നല്ലവരാണ്, ഒരു നന്മ തുടരും. ലോകത്തെ ഏറ്റവും നന്മയുള്ള ഒരു സംസ്കാരത്തിൽപ്പെട്ടതാണ് ഹൈന്ദവ സംസ്കാരം. എത്ര നന്മയാണ് അതുകൊണ്ടൊക്കെ ലോകത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ അടുത്ത കാലത്ത് അത് പറഞ്ഞു കൊടുക്കുന്ന പണി അവർ നിർത്തി. മുസ്ലിമുകൾ നിർത്തി, ക്രിസ്ത്യാനികൾ നിർത്തി, ജനങ്ങൾ പരസ്പരം ആളെടുത്തു. ഇവിടെയെല്ലാം അടിസ്ഥാനമായി ഇതിലെല്ലാം അനവധി ശ്ലോകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ശ്ലോകങ്ങളെല്ലാം ഏകദേശമെല്ലാം ആക്ഷേപിക്കുന്നത് പണ്ഡിതന്മാരെയാണ്. അവർ നന്നായി തീർന്നാൽ നന്നാവാത്തൊരു കാര്യം ഉണ്ടാവില്ല. സമൂഹം ഗൗരവമായി ചിന്തിക്കണം എന്ന നിലയിലാണ് ഈ വിജ്ഞാന സ്രോതസ് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളും മറ്റുമൊക്കെ, ഞാൻ അത്ര വലിയൊരു സംസ്കൃത പണ്ഡിതനല്ല, വളരെ കഷ്ടപ്പെട്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. ഈ വർഷം ഒരുപാട് സംസ്കൃതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് വന്നു. വിഷ്ണു പുരാണം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു പുരാണമൊക്കെ വലിയ അത്ഭുതകരമായ വിജ്ഞാനങ്ങൾ എൻ്റെ മുന്നിൽ തന്നിട്ടുണ്ട്. ഞാനത് പിന്നീട് പറയാം. ഞാൻ സംസ്കൃത പണ്ഡിതനല്ല. സ്വാഭാവികമായും എവിടെയെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും, അതിനെ പണ്ഡിതന്മാർ ക്ഷമിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്നാൽ ധർമ്മമെല്ലാം ഒന്നാണ്. എല്ലാ മതങ്ങളും ഒന്നല്ല, ധർമ്മം ഒന്നാണ്. ധർമ്മം മതം എല്ലാം ഒന്നല്ല. ദൈവം എല്ലാം ഒന്നാണെന്നൊന്നും എനിക്ക് വാദമില്ല. എല്ലാ ദൈവത്തിനും എല്ലാവരും വിചാരിക്കുന്ന ദൈവം ഒന്നാണെന്നൊന്നും വാദമല്ല. എല്ലാ മതം ഒന്നാണെന്ന് വാദമല്ല. ധർമ്മം ഒന്നാണ്. കാരണം കള്ളു കുടിക്കരുതെന്ന് ഹൈന്ദവതയുടെ നിയമമാണ്, ക്രിസ്ത്യരുടെ നിയമമാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. വ്യഭിചരിക്കരുത് എന്നത് ഹിന്ദു മതത്തിൽ നിയമമാണ്, ക്രിസ്തു മതത്തിൽ നിയമമാണ്, ഇസ്ലാം മതത്തിൽ നിയമമാണ്. അതാണ് ധർമ്മം. വിശ്വാസമല്ല, ധർമ്മമല്ല ഒന്നാണ്. മദ്യപാനം തെറ്റാണ് എന്ന് പറയാത്ത ഒരു മതമല്ല, ധർമ്മത്തിനെതിരാണ്. മോഷണം തെറ്റാണെന്ന് പറയാത്ത ഒരു മതമല്ല, ധർമ്മത്തിനെതിരാണ്. ഗുരുവിനെ വണങ്ങണം. ഗുരുവിനെ മാതാപിതാ ഗുരു ദൈവം, ഇതാണ് ഹിന്ദുമതം. ഇത് നമുക്കും അങ്ങനെ തന്നെയല്ലേ? ഇതിലാണ് അധിഷ്ഠിതം, ഇതിലധിഷ്ഠിതമാണ് ഹിന്ദുമതം. ഇത് നമുക്കും അങ്ങനെ തന്നെയല്ലേ? വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ചോനെ പേടിക്കണം, മാതാപിതാക്കൾ പേടിക്കണം. ഉസ്താദോ മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുൽ ലഹു. ഒരാളിൽ നിന്ന് ഒരക്ഷരം പഠിച്ചാൽ അവൻ ആ ഉസ്താദിന്റെ അടിമയായിരിക്കണം. പുണ്യ റസൂൽ. ഒരാളിൽ നിന്ന് ഒരക്ഷരം പഠിച്ചാൽ പഠിച്ചവൻ പഠിപ്പിച്ച ഗുരുനാഥന്റെ അടിമയായി കൊടുക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. വേണമെങ്കിൽ ഉസ്താദിനെ തന്നെ മോചിപ്പിക്കാം, അടിമയാക്കാം. വേണമെങ്കിൽ മോചിപ്പിക്കാം. പഠിച്ചു കഴിഞ്ഞ് പോകാനായപ്പോൾ ഉസ്താദ് പറഞ്ഞു തൻ്റെ കാണാൻ കൊള്ളാത്ത മോളെ കെട്ടണം. ഉടനെ സ്വീകരിച്ചു. കാണാൻ കൊള്ളാത്ത മകളെ കെട്ടി ശിഷ്യൻ. ആരുടെ? ഉസ്താദ്. എന്നിട്ട് ആ പെണ്ണിനെ പൊറുപ്പിച്ച് ഏറ്റിക്കൊണ്ട് നടന്നു. എനിക്കറിയുന്ന സംഭവങ്ങൾ എൻ്റെ കായസിലുണ്ട്. എന്ത്? കാണാൻ കൊള്ളുന്ന ശിഷ്യൻ ഉസ്താദിൻ്റെ കാണാൻ കൊള്ളാത്ത മകളെ കെട്ടി. ആരുടെ ഇഷ്ടം? ഉസ്താദിൻ്റെ ഇഷ്ടം അങ്ങനെയാണ്. മാതാപിതാ ഗുരു ദൈവം. ഇതൊക്കെ ഒന്ന് പോയി പിന്നെ എങ്ങനെ ധർമ്മം ഉണ്ടാവുക? അപ്പൊ ഈ ധർമ്മത്തിലെല്ലാം മതം ഒന്നാണ്. ഇതന്നെ ക്രിസ്തു മതം. കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഗുരു നിന്ദ പാടില്ല, പണ്ഡിതൻ നിന്ദ പാടില്ല.
ഇതന്നെ ഹിന്ദു മതം, അതെന്നെ ഇസ്ലാം മതം, അതെന്നെ ക്രിസ്തു മതം അല്ലേ? നമ്മളെ നാട്ടിലെ മതങ്ങൾ അതാണല്ലോ. ധർമ്മത്തിലെല്ലാം മതം ഒന്നാ. ഈ ധർമ്മത്തിനെതിരാണ് ആര്? നിരീശ്വരവാദി. അപ്പോൾ ഒന്നിച്ചെതിർക്കേണ്ടത് ആരെ? ധർമ്മത്തിനെതിരായവനെ. അതാരാ? നിരീശ്വരവാദി. അതേ സമയത്ത് ഇസ്ലാമിനെ നിരീശ്വരവാദി വിമർശിക്കുമ്പോൾ മറ്റു മതക്കാർ കൂടി കൊടുക്കും. ക്രിസ്തു മതത്തെ നിരീശ്വരവാദി എതിർക്കുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ട് കൂടി കൊടുക്കും. ആർക്കാ ലാഭം? നിരീശ്വരവാദിക്ക്. ലോകത്തിന് അതിനൊരരിയാം നാസ്തിക്യം താൻ ദോഷം ലോകത്തിനഹോ തമസ്സ മതിലടുപെട്ട ലകാല മൃത്യുഫലം ഉള്ളൂര്. അതിനൊരരിയാം. ലോകത്തിനൊരു ശത്രുവേ ഉള്ളൂ, അരി, ശത്രു. അതിനൊരരിയാം നാസ്തിക്യം. അതെന്താ? നിരീശ്വരവാദം. ലോകത്തിന് ശത്രു ഉള്ളൂ. അതാരാ? ഉള്ളൂരിലെ പരമേശ്വരയ്യരുടെ കവിത. ലോകത്ത് സ്വമേധയ ദോഷമായ സാധനമാണ് എന്ത്? നിരീശ്വരവാദം. ലോകത്തിനഹോ തമസ്സ, അത് ഇരുട്ട. അതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. അതിലാരെങ്കിലും ചെന്നുപെട്ടാൽ മരിക്കണതിന് മുമ്പ് തന്നെ അവന്റെ ഹൃദയം മരിച്ചു. എന്തിൽപ്പെട്ടാൽ? നിരീശ്വരവാദത്തിൽപ്പെട്ടാൽ. ആ നിരീശ്വരവാദിക്ക് വേണ്ടി എല്ലാവരും വാദിക്കും. ധർമ്മം എല്ലാവരും ഒന്നാണ്, എല്ലാ ധർമ്മങ്ങളും ഒന്നാണ്. ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുക. മതങ്ങൾ ഒന്നാകണമെന്നല്ല, മതം ഒന്നാകാനും കഴിയില്ല. ഓരോ മതത്തിനും ആ മതത്തിൻ്റെ രീതിയുണ്ട്, ആചാരമുണ്ട്, വിശ്വാസമുണ്ട്. സർവ്വമത സത്യവാദം ഭൂലോകം കണ്ട ഏറ്റവും വലിയ പോഷ്കാണ്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. സർവ്വമത സത്യവാദമല്ല. ധർമ്മ സംസ്ഥാപനത്തിൽ എല്ലാവരും യോജിക്കണം. അതിനാരും എതിരല്ല. പരിത്രാണയ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കൃഷ്ണൻ പറഞ്ഞു അർജുനനോട്, എപ്പോൾ ധർമ്മം നഷ്ടപ്പെടുമോ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വരും. ഇവിടെ ധർമ്മം നഷ്ടപ്പെടുന്നത്, കല്യാണം വിവാഹം നഷ്ടപ്പെട്ട ധർമ്മമില്ലാതായല്ലോ. വ്യഭിചാരമല്ലേ നാട്ടിലൊക്കെ? ലോകരാജ്യങ്ങളിലെ ഭൂരിപക്ഷം മക്കളും ജാരസന്താനങ്ങളാണ്. ബ്രിട്ടനിൽ 62% പുതിയ മക്കൾ, 62% ജാരസന്താനങ്ങൾ. ഞാൻ എൻ്റെ റിപ്പോർട്ട് പിന്നൊരിക്കൽ പറയാം. അത് ഒറ്റയ്ക്ക് പറയുന്നതിന് അർത്ഥമില്ലാത്തതുകൊണ്ടാണ്. അതിനാ നാട്ടുകാർക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? വ്യഭിചാരം അവരുടെ രീതിയാണ്. ഇന്ന് ലോകത്തുള്ള എത്രയോ ഭരണാധികാരികൾ ജാരസന്താനം. 60%, 62% ജാരസന്താനങ്ങളായ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കം. എന്നാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ, ഖബസ് എന്നാൽ ഔലാദു സിന, വ്യഭിചാരത്തിലെ മക്കൾ അധികരിച്ചാൽ എന്തുവരും? ഇന്ന് ലോകത്ത് ഇനിയിപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ മാത്രം കൊണ്ട് ആ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവരാൻ വ്യഭിചാരത്തിന്. കാരണം കല്യാണം ഇല്ലാതെയായാൽ, പിന്നെ വിവാഹം ഇല്ലാതെയായാൽ, ഓരോരുത്തർക്ക് തോന്നിയ വിവാഹങ്ങൾ നടത്തിയാൽ തോന്നിയതുപോലെ ജീവിച്ച വ്യഭിചാരമല്ലേ. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നിലവാരം താഴ്ന്നിട്ടുള്ളത്, കുറച്ച് കുറവുള്ളത് ജാരസന്താനത്തിന്. മറ്റു ലോകരാജ്യങ്ങളിൽ മുഴുവനും ജാരസന്താനങ്ങളാണ് കൂടുതൽ. ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടി അതിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനെന്ത് വേണം? അതില്ലാതാകണമെങ്കിൽ ഹിന്ദുക്കൾ ധർമ്മം പഠിക്കണം, മുസ്ലിങ്ങൾ ധർമ്മം പഠിക്കണം, ക്രിസ്ത്യാനികൾ ധർമ്മം പഠിക്കണം. അധർമ്മത്തിനെതിരെ, അധർമ്മം കൊണ്ടുവരുന്ന നിരീശ്വരവാദികൾക്കെതിരെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വന്നേ മതിയാവും. എൻ്റെ ഹൈന്ദവ പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും വേദനയോടെ ഞാൻ ഈ പറയുന്നത് കേൾക്കണം. നമ്മൾ തമ്മിൽ വാളെടുത്ത് പോയാൽ നിങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ വേദഗ്രന്ഥം കൊണ്ടുവന്ന ഏകധർമ്മ സിദ്ധാന്തം നശിക്കും. പിന്നെ ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ നേതാക്കളോട് പറയാനുള്ളത്, ക്രൈസ്തവ നേതാക്കളോട് പറയാനുള്ളത്, വേദനയോടെ നമ്മൾ അധർമ്മം ഒന്നേയുള്ളൂ. അതേതാ? നിരീശ്വരവാദം. നിരീശ്വരവാദത്തിനെതിരെ, യുക്തിവാദികൾക്കെതിരെ ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ കൂട്ടായ്മ ഉണ്ടായേ തീരും. ഈ പ്രഭാഷണത്തിൽ സഹകരിച്ച ശ്രോതാക്കളായ എല്ലാ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക വിശ്വാസികൾക്കും എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നന്മയെ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.